السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സും മണ്ണും പ്രകൃതിയുമെല്ലാം ജലാംശം നിറഞ്ഞ് കുളിരേറ്റ് നിൽക്കുകയാണ്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ മഴ, മണ്ണ്, മനുഷ്യൻ ഇവ തമ്മിലുള്ള ജൈവികമായ ബന്ധത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൻ്റെ ഇത് സംബന്ധിയായ പരാമർശങ്ങളെക്കുറിച്ചും കൂടെ സാമൂഹികമായി ഈ മൂന്ന് വസ്തുക്കൾ, മനുഷ്യനും മണ്ണും ജലവും, ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. മനുഷ്യന് മണ്ണിനോടും വെള്ളത്തോടുമുള്ള ബന്ധം സൃഷ്ടിപ്പ് മുതൽ നിലനിൽപ്പ് വരെയും പിന്നീടുള്ള മനുഷ്യൻ്റെ മടക്കത്തെയും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നമുക്കറിയാവുന്നതുപോലെ മണ്ണിൽ നിന്നാണെന്ന് ഖുർആൻ പറയുന്നു. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് ജലത്തിൽ നിന്നാണെന്ന് ഖുർആൻ പൊതുവായും സംസാരിക്കുന്നു. എങ്ങനെയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടികർമ്മം നടക്കുന്നത്? മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഖുർആനിൽ കാണാൻ പറ്റും. ഏറ്റവും ആധുനികമായ ഒരു തന്മാത്രയിൽ നിന്ന് എന്നും ഖുർആൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ മെൻസസ് ബ്ലഡ് കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുന്നു എന്ന് ശാസ്ത്രം വിശ്വസിച്ചിരുന്നൊരു കാലത്ത് മെൻസസ് ബ്ലഡിന് കുട്ടിയുടെ രൂപീകരണത്തിൽ ഒരു പങ്കുമില്ലെന്നും, നേരെ മറിച്ച് പുരുഷനിൽ നിന്ന് സ്രവിക്കുന്ന ആ ഒരു പ്രത്യേകമായ വസ്തു മുഴുവനായിട്ടല്ല, പിന്നെ അതിൽ നിന്നുള്ള ഒരു കണം മാത്രമാണ് കുഞ്ഞാകുന്നതെന്നും പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. മിന്നു തുഫത്തിൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. വലിയ അത്ഭുതമാണത്. ഞാനതിൻ്റെ ആധുനികമായ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ശാസ്ത്രലോകം കുഞ്ഞുണ്ടാകുന്നത് മെൻസസ് ബ്ലഡ് കട്ടപിടിച്ചിട്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പരാമർശം പോലും, അതിലേക്കൊരു സൂചന പോലും ഖുർആനിലില്ല. പലരും വിമർശിക്കുന്നത് കാണാലോ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തട്ടിക്കൂട്ടിയെടുത്തതാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രീയമായ കുറേ കാര്യങ്ങൾ പറയാൻ അവിടുന്ന് അന്നുള്ള ഒരു ശാസ്ത്ര അധ്യാപകനെ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിനെ ആശ്രയിക്കുമായിരുന്നു. അയാൾ പറഞ്ഞു കൊടുത്താൽ പരിശുദ്ധ ഖുർആനിൽ മെൻസസ് ബ്ലഡ്, ഹൈള് രക്തം കട്ടപിടിച്ചാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന പരാമർശവും വരുമായിരുന്നു. നേരെ മറിച്ച് പടച്ച റബ്ബിന്റെ അവതീർണമായത് കൊണ്ട് എങ്ങനെ കുഞ്ഞുണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ വിശദീകരണമാണ് ഖുർആനിലുള്ളത്. സംബന്ധമായ വലിയ പഠനങ്ങളുണ്ട് ഭ്രൂണശാസ്ത്രം ഖുർആനിൽ എന്ന തലത്തിൽ. മറ്റിടങ്ങളിൽ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ മണ്ണിൽ നിന്ന്? മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും ഒന്നാമത്തെ വ്യക്തിത്വം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ മണ്ണിൽ നിന്നാണ് പടച്ച റബ്ബ് സൃഷ്ടിക്കുന്നത്. അടിസ്ഥാന കണ്ടന്റായി റബ്ബ് ഉപയോഗപ്പെടുത്തിയത് മണ്ണാണ്. മണ്ണ് തന്നെ വേണമെന്നുണ്ടോ? ഇല്ല, മറ്റെന്തോ ആവായിരുന്നു. എന്തെങ്കിലും ഒന്ന് വേണമെന്നുണ്ടോ? അതുമില്ലായിരുന്നു. സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്ന് എന്തിനേയും പടക്കാൻ കഴിവുള്ളവനാണ് ലോകരക്ഷിതാവാകുന്ന അല്ലാഹു. പിന്നെ എന്തിനാണ് മണ്ണ്? ഈ മനുഷ്യനും മണ്ണും തമ്മിലുള്ള ബന്ധം നമ്മുടെ സൃഷ്ടിപ്പ് മുതൽ ആരംഭിക്കുന്നു എന്നർത്ഥം. നമ്മുടെ ഉപജീവനവും മണ്ണിൽ നിന്നാണ്, വെള്ളത്തോടുകൂടെ. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് അത് വെള്ളം ചേർത്ത് കളിമണ്ണ് പരുവത്തിലാക്കി അതിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ വസ്തുക്കളും മണ്ണിൽ നിന്ന് എന്നതും ഞാൻ പറഞ്ഞല്ലോ, പൊതുവായി ഖുർആൻ അങ്ങനെ പറയുന്നു. ഇന്നൊക്കെ ഈ പരിണാമത്തിൻ്റെയൊക്കെ ഒന്നാം ഘട്ടമായി പറയുന്നത് അമീബ ജലത്തിൽ നിന്ന് രൂപപ്പെട്ടു എന്നാണ്. പരിണാമം എന്ന നമ്മുടെ മക്കളും നമ്മളൊക്കെ കാലങ്ങളായി പഠിച്ചു വരുന്ന ഒരു അബദ്ധമുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കല്ല.
ഒന്നാമത്തെ കണം അത് മണ്ണിൽ നിന്ന് രൂപപ്പെടുന്നു. അമീബ, വെള്ളത്തിൽ നിന്ന്. ഈ വെള്ളത്തിൽ എങ്ങനെയാണ് അമീബ രൂപപ്പെട്ടത്? ചാൾസ് ഡാർവിൻ എന്ന എവല്യൂഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് പറയുന്നത് അത് ദൈവത്തെ ഏൽപ്പിച്ചാലേ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ. ഏകകോശ ജീവിയാകുന്ന ഒരു വസ്തു രൂപപ്പെടുന്നു. അതെങ്ങനെ? അത് ദൈവത്തെ ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് 2 കോശമായി പല കോശങ്ങളായി പലതും പലതുമായിട്ട് മനുഷ്യനായി തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മനുഷ്യന്റെ ഉത്ഭവം തന്നെ ലക്ഷക്കണക്കിന് വർഷം മുന്നെയാണെന്നാണ് പറയുന്നത് ഇവരൊക്കെ. പിന്നീട് മനുഷ്യനിൽ ഒരു പരിണാമമൊന്നും വരുന്നില്ല. മനുഷ്യപ്പോഴും മനുഷ്യൻ തന്നെ. വലിയ വലിയ മനുഷ്യന്മാരായിരുന്നു പണ്ടെന്ന് നമുക്കറിയാം. അത് കുറഞ്ഞ് ചെറുതായി നമ്മളെയൊക്കെ പോലെ 5 അടി 5.5 6 അടിയിലേക്ക് എത്തി. അതിൻ്റെ പേര് പരിണാമം എന്നല്ല, അതിന് മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. ഒരേ ജീവിവർഗത്തിൽ വരുന്ന മാറ്റങ്ങൾ. വലിയ മനുഷ്യന്മാർ ചെറുതായി വരുന്നത്, നല്ല ശക്തിയുള്ള ആളുകൾ പിന്നെ ശക്തി കുറഞ്ഞു വരുന്നത്. ഇവിടെ വർഗമാറ്റം വരുന്നില്ല. മനുഷ്യൻ എന്ന വർഗത്തിനൊരു മാറ്റവും വരുന്നില്ല. അന്നും മനുഷ്യൻ, ഇന്നും മനുഷ്യൻ. ഇതൊരു ജീവിവർഗത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ചില മാറ്റങ്ങളാണ്. ഇതല്ല എവല്യൂഷൻ, പരിണാമം എന്ന് പറയുന്ന സാധനം. നേരെ മറിച്ച് ഈ ഒറാങ്കൊട്ടാങ്കിൽ നിന്ന് നിയാണ്ടർതാൽ രൂപപ്പെടണം, അതിൽ നിന്ന് ചിമ്പാൻസി വരണം, അതിൽ നിന്ന് മനുഷ്യൻ വരണം. ഇങ്ങനെയുള്ള ഒരു വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്പീഷീസിൽ നിന്ന് ഒരു ജീവവർഗത്തിൽ നിന്ന് മറ്റൊന്ന് രൂപപ്പെടുന്നതാണ് പരിണാമം. ലക്ഷക്കണക്കിന് വർഷമായി മനുഷ്യൻ ഈ വിധത്തിൽ രൂപപ്പെട്ടിട്ട് എന്നാണ് പരിണാമവാദികൾ പറയുന്നത്. പക്ഷേ ഇതുവരെ പിന്നെ പരിണാമമൊന്നും നടക്കണില്ല. മനുഷ്യനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതേക്കുറിച്ചല്ല ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിനെ വെള്ളത്തെയും അടിസ്ഥാന വസ്തുക്കളായി എന്തിനാണ് റബ്ബ് തആല തീരുമാനിച്ചത്? ഈ വെള്ളവും മണ്ണുമായുള്ള നമ്മുടെ ബന്ധത്തെ നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്താൻ. മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതിലുള്ള മൂലകങ്ങളിൽ മിക്ക സംഗതികളും മണ്ണിൽ നിന്ന് രൂപപ്പെടുന്നു. കാൽസ്യം, ഇരുമ്പ്, കാർബൺ പോലെയുള്ള സാധനങ്ങൾ, മഗ്നീഷ്യം, അതൊക്കെ മണ്ണിൽ നിന്ന് വരുന്നതാണ്. പിന്നെ വെള്ളത്തിന്റെ സാന്നിധ്യമോ? മനുഷ്യ ശരീരത്തിൽ 70% വെള്ളം. ഭൂമിയിലും അങ്ങനെ തന്നെ. നമ്മുടെ ഭൂമിയിൽ 70% വെള്ളമാണ്. പിന്നെയുള്ള അതൊക്കെ തന്നെയും അതിൽ തന്നെയും വലിയൊരു ശതമാനം ഉപ്പുവെള്ളമാണ് നമുക്ക് ഉപകരിക്കാൻ പറ്റാത്തത്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം തന്നെ കുറേ ഖരവസ്തുക്കളായി വലിയ മഞ്ഞായി നമുക്ക് പ്രാപ്യമല്ലാതെ കിടക്കുകയാണ്. അപ്പോൾ കുറച്ചു മാത്രമാണ് നമ്മുടെ നിത്യോപയോഗത്തിന് സാധ്യമായി വരുന്നത്. എന്തിനാണത് അങ്ങനെ പറയണത്? അതിനിൽ ശ്രദ്ധയും അതിൻ്റെ സൂക്ഷ്മമായുള്ള ഉപയോഗവും നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിന് തന്നെ സമയാനുസരണം നമുക്ക് അതിലേക്ക് കടന്നു വരാം. അപ്പോൾ ഭൂമിയിൽ 70% വെള്ളം നമുക്ക് കാണാനാകുന്നു. മനുഷ്യ ശരീരത്തിലും 70% വെള്ളത്തിന്റെ സാന്നിധ്യം കാണുന്നു. നമ്മുടെ ശരീരത്തിൽ നല്ല ബലമുള്ള സാധനമാണ് എല്ല് എന്ന് പറഞ്ഞാൽ. അതിന്റെ പോലും 20% ജലാംശമാണ്. നോക്കുങ്ങള്, മണ്ണിനോട് അല്ലെങ്കിൽ ഭൂമിയോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മിൻഹാ ഖലഖ്നാകും എന്ന സൂറത്ത് താഹയുടെ 55-ാമത്തെ വാക്യം നമ്മൾ പിന്നെയും ഓർക്കേണ്ടി വരുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചു. മണ്ണിന്റെ അടിസ്ഥാനപരമായ ഘടനകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം അவ்விധം തന്നെ മനുഷ്യ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. മനുഷ്യ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. വളരെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒരു തീപ്പെട്ടി നിർമ്മിക്കാൻ ആവശ്യമായ അത്ര ഫോസ്ഫറസും, ഇതൊക്കെയാണ് നമ്മുടെ ശരീരം. സത്യത്തിൽ ഇത് ഘടകങ്ങളാക്കി നമ്മളെടുത്ത് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു 2000-ൽ താഴെ രൂപയുടെ മൂല്യമേ ഉള്ളൂ. കണ്ണായിട്ട് കരിഞ്ചന്തയിൽ വിൽക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കിഡ്നി പുറം മാർക്കറ്റിൽ അത് സംബന്ധിയായ കുറേ ലോബികളുണ്ട്, കുറേ നിഗൂഢ സംഘങ്ങളുണ്ട്. അവർക്കൊക്കെ വില പറഞ്ഞ് വിൽക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയണത്. മനുഷ്യ ശരീരത്തെ മൊത്തം നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. 70% വെള്ളം, പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറേ മൂലകങ്ങൾ, ഇതെല്ലാം കൂടെ പൊതു മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ വിചാരിച്ചാൽ വല്ലാതെ പോയ 2000 രൂപ ചെലവ് വരും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ നമ്മൾ എന്നർത്ഥം.
അതോടൊപ്പം മണ്ണിനോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്നു. മണ്ണിലുള്ള എല്ലാ ഘടകങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട്. 2-3 ഘടകങ്ങൾ മണ്ണിൽ കൂടുതലുണ്ട്. അപ്പോഴാ മിൻഹാ ഖലഖനാകും, അതിൽ നിന്ന് പടച്ചു എന്നിട്ട് വരുള്ളൂ. നേരെ മറിച്ച് മനുഷ്യ ശരീരത്തിൽ 2-3 ഘടകങ്ങൾ കൂടുതലാണെങ്കിൽ മണ്ണിൽ നിന്ന് മനുഷ്യൻ വന്നു എന്നല്ല വരിക, വേറെന്തോ കൂടെ ഉപയോഗപ്പെടുത്തി എന്ന് വരേണ്ടി വരും. നിലവിലുള്ള സാഹചര്യത്തിൽ മണ്ണിലുള്ള 2 ഘടകങ്ങൾ മനുഷ്യ ശരീരത്തിൽ കുറവാണ്, ബാക്കിയെല്ലാം ഏകദേശം സെയിമായി തന്നെ ഉണ്ട്. അങ്ങനെ വരുമ്പോ മിൻഹാ ഖലഖനാകും, മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. മനുഷ്യനും മണ്ണും മഴയും നമ്മളും എന്ത് ബന്ധമുള്ളത്? നമ്മുടെ സൃഷ്ടിപ്പ് തന്നെയും ഇതിൽ നിന്നാണെന്നതാണ് ഏറ്റവും പരമമായ ബന്ധം. നമ്മുടെ സൃഷ്ടിപ്പ് തന്നെയും ഇതിൽ നിന്നാണ്. പിന്നെ വെറും മണ്ണ് കൊണ്ടാണ് ഉണ്ടായത്? അല്ല, വെള്ളം ചേർത്തു കളിമണ്ണാക്കി. ഖുർആന്റെ ഭാഷയിൽ സൽസാൽ. എൻ്റെ മുമ്പിലുണ്ടത്, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. മനുഷ്യ സൃഷ്ടിപ്പിന്റെ തത്തവൂറാത്ത്, അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധങ്ങളായ ഘടകങ്ങൾ. ഈ മണ്ണിനും വെള്ളത്തിനുമാണ് നമ്മുടെ ജീവിതം തുടരുന്നതും. അതില്ലാന്ന് വരികിൽ നമുക്ക് ജീവിക്കാനാവില്ല. നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കേണ്ടത് മണ്ണിൽ നിന്നാണ്. അത് നമുക്ക് ആവശ്യാനുസരണം ലഭ്യമാവണമെങ്കിൽ വെള്ളത്തിന്റെ സാന്നിധ്യം വേണം. കാലങ്ങളായി വെള്ളം വരാത്തൊരു ഭൂമി, മഴയില്ലാത്തൊരു ഭൂമി, അവിടെ സസ്യങ്ങൾ മുളക്കുക, നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ രൂപപ്പെടുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കൃത്രിമമായി കുറേയൊക്കെ നമുക്ക് ആധുനിക സംവിധാനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ മനുഷ്യന്റെ വലിയ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ അതുകൊണ്ട് സാധിച്ചു എന്ന് വരും. മനുഷ്യന്റെ വലിയ ആവശ്യങ്ങൾ, എത്ര കോടി മനുഷ്യരുണ്ട് ലോകത്ത്, അവർക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം കൃത്രിമമായ രീതിയിൽ രൂപീകരിക്കുക എന്നത് അസാധ്യമാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. വല്ലാതെ മഴയില്ലാത്ത ഒരു അവസരത്തിൽ കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന സംവിധാനം ഉണ്ട് ഇപ്പോൾ. എവിടെയെങ്കിലും അങ്ങനെ കൃത്രിമ മഴ പെയ്യിപ്പിച്ചിട്ട് അവരുടെ വമ്പിച്ച ആവശ്യങ്ങൾക്ക് പൂരണമായോ? ഇല്ല, ഒന്ന് പാറിപ്പോയി. വലിയ സമ്പത്ത് ചെലവഴിച്ച് മേഘങ്ങളെ സംഘടിപ്പിച്ച് അതിൽ കൃത്രിമമായ രാസവസ്തുക്കൾ വിതറി മേഘങ്ങളെ ഘനീഭവിപ്പിച്ച് വെള്ളം വീഴ്ത്തുന്നു. പക്ഷേ അത് ഇതുവരെയും ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ആവശ്യാനുസരണം ലഭ്യമായിട്ടേ ഇല്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുറച്ചു മുന്നേ. തമിഴ്നാടിന്റെ സേലം ഭാഗത്തോട് ഒരു പാറലായിട്ട് അങ്ങോട്ട് പോയ മഴ. ഇത് കേരള ഗവൺമെന്റാണ് പെയ്യിപ്പിക്കുന്നത് മഴക്കറിയില്ലേ? ഇത് പെയ്യേണ്ടത് കേരളത്തിലാണെന്നുള്ളതും അറിയില്ല. അത് പെയ്തൊഴിഞ്ഞത് ഒരു ചാറ്റൽ രീതിയിലെങ്കിലും സംഭവിച്ചത് തമിഴ്നാട്ടിന്റെ സേലം മേഖലയിലാണ്. അപ്പോ വെള്ളം സമൃദ്ധമായി ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ ജലത്തിന്റെ കുറവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച വരെയും. ഇപ്രാവശ്യം ലഭിച്ച മഴ കുറവാണെന്നും പറഞ്ഞിട്ട് അതേക്കുറിച്ചുള്ള വിശകലനങ്ങളിലായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് കൂടുതലിലേക്ക് എത്തി. തൽക്കാലം അതൊന്ന് നിന്ന് കിട്ടണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വമ്പിച്ച ആവശ്യങ്ങളെ പൂർത്തിയാക്കണമെങ്കിൽ പടച്ച റബ്ബ് അവന്റെ കാരുണ്യമായി മഴയെ അവതരിപ്പിക്കണം. അങ്ങനെ വന്നാൽ പ്രകൃതിയിൽ വിവിധങ്ങളായ ചെടികളുണ്ടാകും, മരങ്ങളുണ്ടാകും, പഴങ്ങളുണ്ടാകും, മനുഷ്യനും മറ്റു ജന്തുജാലങ്ങൾക്കും ജീവിക്കാനുള്ള വിഭവങ്ങളുണ്ടാകും. മണ്ണുമായി നമ്മുടെ ബന്ധം, വെള്ളവുമായി നമ്മുടെ ബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞ സൃഷ്ടിപ്പിൽ അങ്ങനെയാണെന്ന്. പിന്നീട് നമ്മുടെ നിലനിൽപ്പിൽ, നമ്മുടെ ഊർജ്ജസ്വലതയിൽ. ഈ മണ്ണ് മാത്രമായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കലകൾ പ്രവർത്തിക്കൂല, കോശങ്ങൾ പ്രവർത്തിക്കൂല. അതിന് കൃത്യമായ രീതിയിൽ ജലം വേണം. അതുകൊണ്ടാണ് ശരീരത്തിന്റെ 70%-ലേറെയും ജലത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3 ദിവസമൊക്കെയാണ് വെള്ളമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുക. അത് കഴിഞ്ഞാൽ മരണത്തിലേക്ക് അവൻ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കും. വെള്ളം മാത്രം ലഭിച്ചാൽ ഒരു മാസത്തോളമൊക്കെ ജീവൻ നിലനിർത്താൻ പറ്റും. വെള്ളം മാത്രം ലഭിച്ചു ഒരു മാസത്തോളമൊക്കെ കഷ്ടിച്ച് ജീവൻ നിലനിർത്താൻ പറ്റും. ഏത് വസ്തുവിന്റെയും നിലനിൽപ്പ്, സൃഷ്ടിപ്പ് വെള്ളത്തിൽ നിന്നാണെന്ന് ഖുർആൻ പറയുന്നു. ഇനി വിശ്വാസികളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണുമായുള്ള പ്രധാനപ്പെട്ട ഒരു ബന്ധം ഈ മണ്ണിലേക്കാണ് നമ്മളെ മടക്കാനുള്ളത്. അതും ഖുർആൻ അവിടെ തന്നെ പറയുന്നുണ്ട്. വഫീഹ
മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും. ആ മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. ഈ മടക്കം എന്നൊക്കെ പറഞ്ഞാൽ മണ്ണ് തുറന്ന് കബറുണ്ടാക്കി അതിൽ നമ്മളെ കൊണ്ടുപോയിട്ട് വെച്ച് മൂടി മണ്ണിട്ട് മൂടി നമ്മളോട് കൊണ്ടുവരും എന്നത് അതിൻ്റെ ഒരു അർത്ഥം തന്നെയാണ്. എല്ലാ നകളിപ്പും മാറാൻ ഖുർആൻ പറയുന്നൊരു ഔഷധം ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നാണ്. നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ. മനുഷ്യന് കിട്ടുന്ന ഭൗതികമായ സുഖലോലുപതയിൽ അവൻ അള്ളാഹുവിനെയും അവൻ്റെ പരമമായ ദൗത്യത്തെയും മറന്ന് നകളിപ്പ് കാണിച്ച് അഹങ്കാരം കാണിച്ച് ഭൂമിയിൽ ശല്യമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ ഇതിന്റെ മുമ്പ് പറയുന്നത്. നമ്മൾ ആലോചിച്ചു, അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. അൽഹാക്കുമുത് തകാസുർ, തകാസുർ മനുഷ്യനെ വ്യാപൃതരാക്കിക്കൊണ്ടിരിക്കുന്നു നന്മയിൽ നിന്ന്. തകാസുർ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് തകാസുർ? ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന പ്രതാപങ്ങൾ എന്ന് പൊതുവെ നമുക്ക് അർത്ഥം പറയാം. അങ്ങനെ വരുമ്പോൾ റബ്ബിനെ മറക്കും, സമഷ്ടികളോടുള്ളതായ ബന്ധം മറക്കും, ആരെയൊക്കെ സഹായിക്കണം എന്ന് മറക്കും, സ്വന്തം ഉമ്മനെയും പിന്നെ വാപ്പനെയൊക്കെ ഉപേക്ഷിക്കും, വലിയ അഹങ്കാരിയായിട്ട് മാറും. പച്ചക്ക് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ദയനീയമായ ചിത്രം കാണുമ്പോൾ നമുക്ക് കണ്ണ് തിരിക്കേണ്ടി വരും. തിരന്തിയിലൊക്കെ തല്ലി താഴെയിട്ട് കാലിൻ്റെ മുട്ടടിച്ചൊതിടിച്ച് പിന്നെ ഒന്ന് ഞെരങ്ങി നീങ്ങാൻ പോലും പറ്റാത്ത പരുവത്തിലാക്കിയിട്ട് ചവിട്ടി ചവിട്ടി കൊല്ലുകയും ഏകദേശം വലിയ കല്ലെടുത്ത് കൊണ്ടുപോയി തലയിലൂടെ ഇടുകയും ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണേണ്ടി വരുന്നു. ഈ അഹങ്കാരത്തിനൊന്നും ചിലപ്പോൾ ഭൗതികമായി നിവാരണം നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഖുർആൻ അതിന് പറയുന്ന പരിഹാരം ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലേക്ക് ചെല്ലും അതുവരെയും, ഖബർ സന്ദർശിക്കേണ്ടി വരും അതുവരെയും. അങ്ങനെ ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ കൊണ്ടുപോയി വെച്ച് മൂടി വരും. വഫീഹാ നുഈദുകും, അതിലേക്കാണ് മടക്കം എന്നതിന് സ്വാഭാവികമായി നമുക്ക് ഇങ്ങനെ ഒരു ആശയം പറയാം. എല്ലാവരും മണ്ണിലേക്ക് തന്നെ പോകും. അതിലേറെ കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ ആലോചിച്ചാലോ, ഈ മണ്ണിൽ സമ്പൂർണമായി നമ്മൾ വിലയം പ്രാപിക്കും. അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹം ചെയ്ത വലിയ വലിയ മഹാന്മാർ, പ്രവാചകന്മാർ, അവരുടെ ശരീരത്തെ ഭൂമി നശിപ്പിക്കില്ലെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള വലിയ വലിയ ആത്മീക ലോകത്ത് ജീവിച്ച മഹാന്മാർ. മസ്ജിദ് നബവിയുടെ പുനർനിർമ്മാണം പിന്നീട് നടക്കുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് കാണുന്നത് ചരിത്രത്തിലുണ്ട്. വേറെയും കുറേ പണ്ഡിതന്മാരുടെ ശരീരം തീരെ ജീർണിക്കാതെ ഏതൊരു രീതിയിലായിരുന്നോ ഖബറടക്കിയത് അതേ പരുവത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടതിന് പ്രമാണങ്ങളുണ്ട്, പ്രായോഗികമായ തെളിവുകളുമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോടൊപ്പം പോരാടിയിരുന്ന ഒരു മഹാനായ താബിഈ വര്യന്റെ ഭൗതിക ശരീരം ഈ 4-5 വർഷം മുന്നേ ആയിരുന്നു ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പുറത്ത് എടുത്തത്. ലോകമാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റ വെട്ടിൽ നിന്ന് ഉതിർന്നുകൊണ്ടിരിക്കുന്ന രക്തത്തുള്ളികൾ അപ്രകാരം തന്നെ അപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ്. അതിന്റെ ഫോട്ടോ ഒക്കെ പ്രസിദ്ധീകരിച്ചു ചില ഉറുദു ഇംഗ്ലീഷ് മാധ്യമങ്ങൾ. പിന്നീട് മഹാനുഭാവന്റെ ശരീരം അവരെന്ത് ചെയ്തു നമുക്കറിയില്ല. അങ്ങനെയാണ് ഇസ്ലാമും തീവ്രത കൂടിയിട്ട് കാണുന്നതൊക്കെ ശിർക്കും തൊടുന്നതെല്ലാം വിദഗ്ധമാവുന്ന ചില സംഘങ്ങളുടെ പരിണാമം. ഞാനതല്ല സൂചിപ്പിക്കുന്നത്. ചില പ്രത്യേകക്കാരുടെ ശരീരത്തിനെ മണ്ണ് സ്വീകരിക്കില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, ഞാനതിന് പ്രത്യുത്തരം നൽകുമെന്ന് പറയുമ്പോൾ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ല, അല്ലാ റസൂലേ, അങ്ങയുടെ ശരീരം മണ്ണിലെത്തി അത് ദ്രവിച്ച് മണ്ണായി തീർന്നാൽ പിന്നെ എങ്ങനെയാണ് പ്രത്യുത്തരം നൽകുന്നത്? ആ സമയത്ത് ഹബീബായ റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ ഹറമ അജ്സാദൽ അംബിയ, മണ്ണിന് പ്രവാചകന്മാരുടെ ശരീരത്തെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ചില ആത്മീയ നേതാക്കൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവരുടെ എല്ലാം ശരീരം മണ്ണിൽ സമ്പൂർണമായി ലയിച്ചു ചേരും. വഫീഹാ നുഈദുകും,
അതിലേക്ക് തന്നെ മടങ്ങും എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യും കാലും ശരീരവും എല്ലും എല്ലാം മണ്ണായിട്ട് തന്നെ മാറുന്നർത്ഥം. അപ്പൊ മനുഷ്യനും പ്രകൃതിയും, മനുഷ്യനും മണ്ണും, മനുഷ്യനും വെള്ളവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? തുടങ്ങുന്നത് അതിൽ നിന്ന്, ജീവിച്ചു പോകുന്നത് അതിലൂടെ, അവസാനം ചെന്നു ചേർന്നതും വിലയം പ്രാപിക്കുന്നതും നമ്മൾ മാറിത്തീരുന്നതും മണ്ണായിട്ട് തന്നെ. ഈ ഒരു ബന്ധം മനസ്സിലാക്കുമ്പോൾ പടച്ച റബ്ബിലേക്ക് കൂടുതൽ എടുക്കാൻ നമുക്ക് സാധിക്കും. സുജൂദിലൊക്കെ നമ്മുടെ കൽബ് പൊട്ടും. സുജൂദ് വർദ്ധിപ്പിക്കാനുള്ള പ്രവണത, താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സുജൂദ് വർദ്ധിപ്പിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നത് വളരെ പ്രസിദ്ധമായ സംഭവമാണ്. നമ്മൾ തന്നെ വേദിയിൽ ചർച്ച ചെയ്തതാണ്. എന്തിനാണ് വാക്കുകൊടുത്ത റസൂൽ തങ്ങൾ എന്ത് സ്വർഗം നൽകാന്ന് മാത്രമല്ല, സ്വർഗത്തിലെ എൻ്റെ സ്പെഷ്യൽ കൂട്ടുകാരനാക്കാം എന്ന് വാക്ക് നൽകിയ റസൂൽ തങ്ങൾ എന്നെ സുജൂദ് വർദ്ധിപ്പിച്ചൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞത്? അള്ളാഹു കൽപ്പന കൊടുക്കാതെ, റബ്ബ് തീരുമാനം പറയാതെ, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ നബിതങ്ങളൊന്നും പറയില്ല. മാ യന്തിഖു അനിൽ ഹവാ, സൂറത്തുൽ നജ്മിലെ 3-ാമത്തെ വാക്യം നമുക്കറിയാം. അപ്പോ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാക്കണം, ആവണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം അതിന് നബിതങ്ങൾക്ക് ആവശ്യമില്ല. ആരും അങ്ങനെ ധരിക്കരുത്. അദ്ദേഹം കുറെ സുജൂദൊക്കെ വർദ്ധിപ്പിച്ച് മൂപ്പരാള് തന്നെ നേരെ സ്വർഗത്ത് പോവാണെങ്കിൽ പിന്നെ റസൂലിന്റെ സമ്മതത്തിന് അർത്ഥത്തിലല്ല ഞാൻ പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ എന്ന് പറയണത് എന്തിനാ? പിന്നെ അവിടുന്ന് പഠിപ്പിച്ച ദീനനുസരിച്ച് ഒരാൾ ജീവിച്ചു, കൃത്യമായ ഹറാം ഹലാലുകളോട് ഇസ്ലാമിക സമീപനം വെച്ച് പുലർത്തി, ധാരാളമായി സുജൂദ് വർദ്ധിപ്പിച്ചു, ഒരു പാപവും ചെയ്തില്ല, അങ്ങനത്തെ ആൾ സ്വർഗത്ത് പോകുന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യക്തമായ പ്രമാണങ്ങൾ. പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നട്ടപ്പാതിരക്ക് വെള്ളമായിട്ട് കാത്തിരുന്ന് അവിടുന്ന് വല്ലാതെ പ്രസാദിച്ച് അവിടുന്ന് തന്നെ പ്രത്യേകമായ സന്ദർഭത്തിൽ സല്ലി യാ റബീഅ, എന്താ ആവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ഒരു സൂപ്പർ ചാൻസ് സമ്പൂർണമായി മുതലാക്കി സ്വർഗം ചോദിച്ചു. സ്വർഗം മാത്രമല്ല, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവണം എന്ന് ചോദിച്ചു വാങ്ങിയ റബീഅ റളിയല്ലാഹു അൻഹു. പിന്നെന്താ അതിനൊരു പ്രത്യേകത ഉള്ളത്? മുമ്പ് കുറെ സുജൂദൊക്കെ വർദ്ധിപ്പിച്ച് സാത്വിക ജീവിതം നയിച്ച് സ്വർഗത്ത് പോവുകയാണെങ്കിൽ റസൂലിന്റെ പ്രത്യേകമായ സന്ദർഭത്തിനും അവിടുത്തെ ഈ സമ്മതം കൊടുക്കലും എന്താ പ്രത്യേകത ഉള്ളത്? റസൂലുള്ളാഹി അത്തരം കാര്യങ്ങൾ, സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പടച്ച റബ്ബിന്റെ നിർദ്ദേശമില്ലാതെ സംസാരിക്കില്ല. അപ്പൊ സ്വർഗത്ത് പോകുന്ന മൂപ്പരാണ് ഉറപ്പാ. പിന്നെ എന്തിനാണ് അന്യാലാദാരിക ബി കസ്റത്തി സുജൂദ്? ഈ ഒരു ആവശ്യാർത്ഥം ധാരാളമായി സുജൂദ് ചെയ്ത് എന്നെ സഹായിക്കണം എന്ന് റസൂലുള്ളാഹി പറയണത് നമ്മളെപ്പോലെയുള്ളവരെ പരിഗണിച്ചിട്ട് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ, മണ്ണായി തീരുമ്പോൾ, പിന്നീട് ആ മണ്ണിൽ നിന്ന് തന്നെ നമ്മളെ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ വിഷണ്ണരായി നിൽക്കാതിരിക്കാൻ, ഓച്ചാനിച്ച് നിൽക്കാതിരിക്കാൻ, രണ്ട് കൈയും കടിച്ച് റബ്ബിന്റെ മുമ്പിൽ മാനം കെട്ടി നിൽക്കുന്നവരെ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ 27 മുതലുള്ള വാക്യങ്ങൾ. രണ്ട് കൈയും പിടിക്കടിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭം വരാതിരിക്കാൻ റബീഅത്തിനോട് മുത്തറസൂൽ ഓഫർ കൊടുത്തതുപോലെ നമ്മളോട് അങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ടില്ല. നമുക്ക് നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ജീവിച്ചിട്ടില്ല. ഗണേശ പൂനൂരിന്റെ കവിതയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. 16 നൂറ്റാണ്ട് പിൻപന്തിനി പാരിൽ ഞാൻ പാപി പിറന്നു വീണു എന്നൊക്കെ പറഞ്ഞിട്ട്, റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തന്നെ ജനിപ്പിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞിട്ട്, റസൂലിനെ തഴുകി തലോടി കടന്നു പോകുന്ന മന്ദമാരുതൻ എന്നെ ഒന്ന് സ്പർശിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് ഉള്ളൊരു ഒട്ടകമായി തീർന്നാൽ എത്ര നന്നായിരുന്നു, അവിടുത്തെ ചുമന്നെനിക്ക് സഞ്ചരിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്, അന്നത്തെ ഒരു ഈത്തപ്പനയുടെ വള്ളിയായാൽ ഹബീബായ നബിതങ്ങളെ സ്പർശിച്ച് കടന്നു പോകുന്ന ഇളം തന്നൽ എന്നെയും സ്പർശിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ മോഹങ്ങൾ. നമുക്കതിന് സാധിച്ചിട്ടില്ല. അപ്പൊ റസൂലിൽ നിന്ന് പ്രത്യേകമായ ഒരു ഓഫർ വാങ്ങിയിട്ട് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പോയതുപോലെ, സഅദ് റളിയല്ലാഹു അൻഹു പോയതുപോലെ, അശറത്തുൽ മുബശ്ശിരീങ്ങൾ കടന്നു പോയതുപോലെ സ്വർഗം നമുക്ക് ഉറപ്പില്ല. പിന്നെ എന്താണ് സ്വർഗം പോവാൻ നമ്മുടെ മുമ്പിലുള്ള സുതാര്യമായ ഒരു രീതി?
സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്കണം. മണ്ണുമായുള്ള നമ്മുടെ ബന്ധവും നമ്മൾ മണ്ണിൽ പോയി വിലയം പ്രാപിക്കുന്നതും അതേ മണ്ണിൽ നിന്ന് പുനഃസൃഷ്ടി നടത്തി നമ്മുടെ നന്മതിന്മകൾ കൃത്യമായി വിച്ഛേദിക്കുന്നതും നന്മയ്ക്ക് പ്രതിഫലം കിട്ടുന്നതും തിന്മയ്ക്ക് ശിക്ഷ വരുന്നതും കൃത്യമായി മനസ്സിലാക്കുന്ന മനുഷ്യൻ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ആള് സുജൂദിലേക്ക് കൂടുതൽ തൽപരനാകും. എങ്ങനെങ്കിലും ഒരു റക്അത്ത് വിത്ർ തീർക്കൂല. മോഹം കെടാതെ അയാൾ നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. മണ്ണ് നമ്മളെ ജീവിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വെള്ളം നമുക്ക് ഊർജ്ജസ്വലത നൽകുന്നു എന്ന് മാത്രമല്ല, ഈ വെള്ളവും മണ്ണും നമ്മളെ പരലോകത്ത് രക്ഷപ്പെടുത്താനുള്ള താത്വികമായ ഒരു സിമ്പലായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. മണ്ണിലിങ്ങനെ നോക്കുമ്പോൾ നമുക്കിതൊക്കെ ബോധ്യപ്പെടണം. മണ്ണിൽ കിളച്ചു മറിക്കുമ്പോൾ നമുക്കിത് ബോധ്യപ്പെടണം. മണ്ണിന് മുകളിലൂടെ അഹങ്കാരത്തോടുകൂടെ നടക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് എൻ്റെ ഉദ്ഭവം, ഈ മണ്ണിലേക്ക് എൻ്റെ മടക്കം, ഈ മണ്ണിൽ നിന്ന് പുനഃസൃഷ്ടി എന്ന ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാനെ പറയുമ്പോൾ സൂറത്തുൽ ഫുർഖാനിൻ്റെ ഏകദേശം 65 മുതൽ 70 വരെയുള്ള സൂക്തങ്ങളിൽ യംശൂന അലൽ അർളി ഹൗന, അവർ മണ്ണിലൂടെ നടക്കുന്നത് ഏറ്റവും നല്ല മനുഷ്യരായിട്ടായിരിക്കും എന്ന് പറയണത്. യംശൂന അലൽ അർളി ഹൗന, അവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. ഇത്തിരി സമ്പത്ത് ഉണ്ടാവുമ്പോഴേക്കും ഞാൻ വലിയ ആളാന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഒരു കൊള്ളാവുന്ന വാഹനം കിട്ടിയപ്പോഴേക്ക് ആ വാഹനത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ആള് ആടിക്കളിച്ചുകൊണ്ടിരിക്കുമോ? നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടായി, നല്ല സന്താന സമൃദ്ധി ഉണ്ടായി. അതിൻ്റെയൊക്കെ നകളിപ്പിൽ ആർക്കെങ്കിലുമൊക്കെ ഈ മണ്ണിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മണ്ണും പ്രകൃതിയുമായി നമ്മുടെ ബന്ധത്തെക്കുറിച്ചും ആലോചിച്ചാൽ അഹങ്കാരം കാണിക്കാൻ പറ്റുമോ? എത്രയോ മക്കളുണ്ടായിട്ടും ഉപകാരപ്പെടാത്ത എത്ര പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്. ബാലാമണി അമ്മയുടെ അമ്മ എന്ന് പറയുന്ന കവിത ആരംഭിക്കുന്നത് തന്നെ 4 മക്കളുണ്ടായിട്ടും എന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ബാക്കി മനസ്സിലാവുമല്ലോ. 4 മക്കളുണ്ടായിട്ടും വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്ന അമ്മയെ കുറിച്ചാണ് അവർ പാടുന്നത്. അപ്പൊ പിന്നെ എവിടെയാണ് അഹങ്കാരം? അത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മനസ്സിലാവില്ലേ? വേണ്ടായിരുന്നു നമുക്ക് തോന്നൂലേ? ഇവർക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് നമ്മുടെ മനസ്സ് പറയില്ലേ? അവിടെയാണ് എല്ലാ അഹങ്കാരത്തിനും മീതെ പടച്ച റബ്ബിന്റെ തീർപ്പുണ്ടെന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. മണ്ണിനോടുള്ള നമ്മുടെ ബന്ധം അങ്ങനെയാണ് ആവേണ്ടത്. പക്ഷെ സാമൂഹിക യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന്. ഈ പറഞ്ഞ എല്ലാ സംഗതികളിലും ഇത്തിരി സമ്പത്തുണ്ടാകുമ്പോഴത്തേന് അഹങ്കാരം കാണിക്കുന്നത്, എന്തെങ്കിലും ചെറിയൊരു പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ആണും പെണ്ണും ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക് പോകുന്നത്, കുടുംബം തകർക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ എത്രമേൽ വൃത്തികെട്ടതാണ്. 12കാരിക്കൊക്കെ ഇറങ്ങിപ്പോകാൻ പറ്റും വിധം സാമൂഹിക സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. 26കാരനോടൊപ്പം. വയസ്സിന്റെ വേരിയേഷൻ അല്ല ഞാൻ പറയണത്. നിർബാധം ഇത്തരം വിഷയങ്ങളിൽ ആർക്കും ഒരു സൂക്ഷ്മതയും ഇല്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത്തരം ഒരു താന്തോന്നിത്ത ലോകം സൃഷ്ടിക്കാനാണ് ക്യാപിറ്റലിസം ശ്രമിച്ചുകൊണ്ടിരുന്നത്, ലിബറലിസം പ്രവർത്തിച്ചത്. അത് നമ്മുടെ അടുക്കളകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ വിജയിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. കണ്ണിമ വെട്ടാതെ കാത്തിരിക്കണം. നമ്മൾ കണ്ണിമ വെട്ടാതെ കാത്തിരിക്കണം. പണ്ടത്തെ കാലത്ത് സൗഹൃദങ്ങളെല്ലാം പോയിന്നും ഇനി മനസ്സറിഞ്ഞൊന്നും ഉറങ്ങാൻ പറ്റൂല എന്നും, ഉറങ്ങണമെങ്കിൽ ഒരാൾക്ക് മറ്റേ ആൾ കാവൽ നിൽക്കണം എന്നൊക്കെ പറയുന്ന കവിത നമ്മൾ വായിച്ചിട്ടില്ലേ? കുടുംബത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ഉറങ്ങാതെ കാത്തിരിക്കണം. അള്ളാഹുവുമായുള്ള ബന്ധം, പ്രകൃതിയുമായുള്ള ബന്ധം, മനുഷ്യന്റെ നിസ്സാരത, ഇതൊക്കെ ബോധ്യപ്പെട്ടാലും സാമൂഹിക യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുന്നത് എന്താണ്? പടച്ച റബ്ബിന്റെ പ്രകൃതിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായുള്ള ലോകം, അതിനു വേണ്ടിയുള്ള അധ്വാനം, അവിടെ നന്മകൾക്ക് പ്രസക്തിയില്ലാത്തൊരു സാഹചര്യം രൂപപ്പെടുന്നു. ആർക്കും എന്തും ചെയ്യാന്നുള്ള തലത്തിലേക്ക് മനുഷ്യൻ അത് പതിക്കുന്നു. അപ്പൊ വെള്ളം ചിലപ്പോൾ കിട്ടാതെ വരും. വെള്ളം കിട്ടാതെ വന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ താളാത്മകമായ ജീവിതം താറുമാറാകും, മരണം സംഭവിക്കും, നിരവധിയായ അനർത്ഥങ്ങളുണ്ടാകും.
പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടുവരുന്നുണ്ട്. ഇപ്പോഴും 10 വർഷമായിട്ട് തുള്ളി മഴ പെയ്യാത്ത ചില ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, മൃഗങ്ങൾക്കോ മറ്റു വസ്തുക്കൾക്കോ ജീവിക്കാൻ പറ്റില്ല. ഈ പ്രകൃതിക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ള പടച്ചതല്ല. എന്തിനാണ് എലി എന്ന് നമുക്ക് തോന്നും, എന്തിനാണ് പാമ്പും തോന്നും. ഏറ്റവും കൃത്യമായ രീതിയിലാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടിപ്പ്. എന്തിനാണ് പാമ്പ്, അതുകൊണ്ടുള്ള ഉപകാരം എന്നുള്ളതിലേക്ക് ഞാൻ കടക്കണില്ല. എന്തിനാണ് ഡിനോസോർ, എന്തിനാണ് മാമത്ത്, എന്തിനാണ് ഇത്തരം സാധനങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ടാവും. അന്ന് അവറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടും അവറ്റ മണ്ണിൽ അടിഞ്ഞു പോയത് കൊണ്ടുമാണ് ഇന്ന് നമ്മൾ വാഹനം ഓടിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വാഹനമില്ലാത്ത കാലത്ത് ഭീമാകാരമായ ജന്തുക്കളുണ്ടായി, നമ്മുടെ ആനനേക്കാളൊക്കെ എത്ര ഇരട്ടി വലുപ്പമുള്ള മാമത്തുകളുണ്ടായി, വലിയ വലിയ ഡിനോസോറുകളുണ്ടായി. അവയ്ക്ക് വംശനാശം വന്നു, പല കാരണങ്ങളാണ്. അവയുടെ ഭീമാകാരമായ ശരീരങ്ങൾ മണ്ണിലടിഞ്ഞു, ചിലയിടങ്ങളിൽ കൂടുതൽ അടിഞ്ഞു. ആ വസ്തുക്കളിൽ നിന്ന്, ആ ജന്തുക്കളുടെ ശരീരത്തിൽ നിന്ന് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നു. നമ്മുടെ പെട്രോളിനെ ഡീസലിനെ കുറിച്ചൊക്കെ ഫോസിൽ ഇന്ധനം എന്നാണ് പറയുന്നത്. ഒരു കറുത്ത ചളിയായിരിക്കും ഇത് കോരിയെടുക്കുമ്പോൾ, ഒരു കറുത്ത ചളിവെള്ളമായിരിക്കും ഇത് കോരിയെടുക്കുമ്പോൾ. പിന്നെ അതിൽ നിന്ന് റിഫൈനറികളിൽ വെച്ച് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ടാറും, എന്തിനധികം കാലമുണ്ടാൽ നമ്മൾ തേൽക്കുന്ന, നമ്മൾ വാരി തേച്ചുകൊണ്ടിരിക്കുന്ന ഈ പെട്രോളിയം ജെല്ലി, വാസ്ലിൻ പോലത്തതൊക്കെ രൂപപ്പെടുത്തുന്നു. എന്തിനായിരുന്നു അവ? എന്തിനായിരുന്നു ഡിനോസർ? എന്തിനായിരുന്നു മാമത്ത്? നമ്മളൊരു സാധ്യത പറഞ്ഞു എന്നുള്ളൂ. പടച്ച റബ്ബിന്റെ ഉദ്ദേശം നമുക്കറിയാത്ത വിധം വളരെ വിപുലായിരിക്കും. അപ്പൊ ഈ പ്രകൃതിയുടെ താളത്തിന് മാറ്റം വന്നാൽ നോക്കൂ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മല ഒന്നിച്ചിറങ്ങി വരികയാണ്. ഖിയാമത്ത് കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഈ മലകളൊക്കെ ഇങ്ങനെ മേഘം പോലെ പാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ വാഹനം പോലെ മല ഇങ്ങനെ ഓടി വരുന്നത് നമ്മൾ കാണുക. എന്തുകൊണ്ട്? പ്രകൃതിയോട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന സുതാര്യമായ മതം പറയുന്ന രീതിയിൽ നിന്ന് മാറി നമ്മൾ അമിതമായ ആർത്തിയും ആഡംബരവും ജീവിതശൈലിയാക്കി മാറ്റിയപ്പോൾ നമുക്ക് വിഭവങ്ങൾ പോരെന്ന് തോന്നും. പിന്നെയും മാന്തി കൂട്ടാൻ തോന്നും. നമ്മളാലോചിച്ച് നോക്കും, നമ്മുടെ കടൽ മൊത്തം ചില മുതലാളിമാർക്ക് തീറെഴുതി കൊടുത്തിട്ടുണ്ട്. ആ വിഭവങ്ങളെല്ലാം ഇനി അവരാണ് ശേഖരിക്കേണ്ടത്. പിന്നെയും കൊടാനക്കോടികൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. അവരുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും രാത്രിയിലും പകലിലും ഓരോ മണിക്കൂറിലും 10-40 ലക്ഷം രൂപ അവരുടെ ഒരക്കൗണ്ടിലേക്ക് ചെന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കൂടെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് തിന്നു തീർക്കാലോചിച്ചു നോക്കും. നമ്മുടെ പ്രകൃതിയെ മൊത്തം കുറെ ആളുകൾ മേടിച്ചു കൊണ്ടുപോകുന്നു, കുറെ ആളുകൾ അത് തൂക്കി വിറ്റുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മുതൽ പൊതുവാഹന ഗതാഗതങ്ങൾ വരെയും ചില കുത്തക മുതലാളിമാർക്ക് സമർപ്പിക്കാൻ നിൽക്കുന്നു. ഇതൊരു ചില്ലറ സംഗതിയൊന്നുമല്ല. കടലിലുള്ള എല്ലാ വിഭവങ്ങളും മൂറ്റൽ ഒരു ടീമിന് മാത്രം കുത്തകയാകുമ്പോൾ അതിന് അവർ പറയുന്ന വില നൽകേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ ട്രെൻഡ് വരുന്നുണ്ട്. അമേരിക്കയിലൊക്കെ വലിയ വലിയ കമ്പനികൾ കേരളത്തിലെ നല്ല ആശുപത്രികളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആശുപത്രികളൊക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി അവർ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നീട് അവർ പറയുന്ന വില വയ്ക്കും. പൊതുവെയുള്ള ചെറിയ ക്ലിനിക്കുകളും ആശുപത്രികളും ഒക്കെ പൂട്ടിപ്പോകും. സൂപ്പർ മാർക്കറ്റുകളൊക്കെ വലിയ സുഖമായിട്ട് നമ്മൾ കയറിയിട്ട് നല്ലൊരു ട്രോളി എടുത്തിട്ട് ആവശ്യമുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടി വാങ്ങിക്കൊണ്ടുവരാറൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതിന് ചില സൗകര്യങ്ങളുണ്ട്. പാർക്ക് ചെയ്യാൻ വിശാലമായ സംവിധാനങ്ങളുണ്ടാകും. എല്ലാം ഒരു കെട്ടിടത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അത്തരം സംഗതികളൊക്കെ ഉണ്ടാകുമ്പോഴും അത് വ്യാപകമായി വരുന്നത് അനുസരിച്ച് നമ്മുടെ പ്രാദേശിക കച്ചവടക്കാരൊക്കെ എടുത്തു വെച്ച് പോകും. പിന്നെ നമുക്ക് കടയിൽ പോയി സാധനം മേടിച്ചിട്ട് പൈസ ഞാൻ വൈകുന്നേരം തരട്ടോ 9 എന്ന് പറയാൻ കഴിയില്ല. പിന്നെ നമുക്ക് പറ്റിനെടുക്കട്ടോ എന്ന് പറയാൻ കഴിയില്ല. ആദ്യമൊക്കെ ഓഫർ വന്നിട്ട് നമ്മളൊക്കെ അതിൻ്റെ ആളുകളായി തീർന്നാൽ പിന്നെ നല്ല പൈസ മേടിച്ച് അവർ വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് ഓഫർ ഇല്ലാത്തപ്പോൾ വാങ്ങിയുന്ന കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വരും. നമ്മൾ ആലോചിച്ച് നോക്കും, ജിയോ എന്നറിയുന്ന ഫോൺ കമ്പനി 3 മാസം സൗജന്യമായി ഫുൾ ടൈം നെറ്റ് അനുവദിച്ചു. പിന്നീട് അവർ 3 മാസത്തുകൂടെ നീട്ടിയത്. ആ 6 മാസം കൊണ്ട്
നമ്മളാകുന്ന കേരളക്കാർ മൊത്തം ഈ നെറ്റ് ഫോണിന്റെ അഡിക്റ്റുകളായി മാറി. അതില്ലാത്തവൻ പരിഹസിക്കപ്പെട്ടു. ഇനി നിങ്ങൾക്ക് മാത്രമേ വാട്സപ്പ് ഇല്ലാത്തുള്ളൂ എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ എനിക്കുണ്ട്. ഇനി അത് മാറ്റിവെക്കാൻ പറ്റാത്ത വിധം നമ്മൾ അതിന്റെ അഡിക്റ്റുകളായി. ഇനി ഒരു മാസത്തിന് 1000 റുപ്യ എന്ന് പറഞ്ഞാലും അരി മേടിച്ചില്ലെങ്കിലും നമ്മളത് മേടിച്ചുകൊണ്ടിരിക്കും. പ്രാദേശികമായ കച്ചവടക്കാർ നമുക്ക് എല്ലാ അർത്ഥത്തിനും സഹായം ചെയ്യുന്നവരാണ്. അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ നിലനിർത്തണം. ഞാൻ സൂപ്പർ മാർക്കറ്റിനെ കുറ്റം പറയുന്നതല്ല. എല്ലാം അതിൻ്റെതായ രീതിയിൽ നമ്മൾ കാണുമ്പോൾ പ്രകൃതിയുടെ സന്തുലനത്വം നിലനിൽക്കും. അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രമായി ഈ ഭൂമിയെ മൊത്തം ചൂഷണം ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് വേണ്ട വീട് നിർമ്മിക്കാൻ കുറച്ച് വിഭവങ്ങൾ മതി. പക്ഷെ വീടിൽ പിന്നെയും അലങ്കാരങ്ങൾ കൂട്ടി വരുമ്പോൾ കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ ആവശ്യമായി വരും. കൂടുതൽ പാറ ഉടക്കേണ്ടി വരും, കൂടുതൽ മണ്ണ് കോരേണ്ടി വരും. ഈ പർവ്വതങ്ങളെക്കുറിച്ച് ഖുർആനിന്റെ പ്രയോഗം ഭൂമി ആടിപ്പോകാതിരിക്കാനുള്ള ആണികൾ എന്നാണ്. കൃത്യമാണത്. ആരും പരിഹസിക്കണ്ട. അന്തല്ലാതെ, ബുദ്ധിയില്ലാതെ, കൂടുതൽ ആലോചന വൈഭവമില്ലാതെ പരിഹസിക്കാൻ നിൽക്കണ്ട. നമ്മുടെ ഭൂമി താളം തെറ്റി ആടിപ്പോകാതിരിക്കാൻ റബ്ബ് സൃഷ്ടിച്ച ആണികളാണ് പർവ്വതങ്ങൾ. ഈ കാണുന്നതല്ല പർവ്വതം. അതിനേക്കാൾ ഇരട്ടിയിലേറെ അത് താഴേക്ക് ആണി പോലെ തറഞ്ഞു നിൽക്കുകയാണ്. അത് പറിച്ചുകൊണ്ടിരുന്നാൽ ആവശ്യത്തിനപ്പുറം അത് ഉപയോഗപ്പെടുത്തിയ, തീരെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നോ കോറി പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറയണത്. ഇടക്കാലത്ത് മണൽ കോരാൻ പാടില്ല എന്ന നിയമം വന്നു. അങ്ങനെ എല്ലാ പുഴയിലും മണലാണ് ഏകദേശം ഫുൾ. അതുകൊണ്ടാണ് ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്ക് പുഴ കര കവിയണത്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്നല്ല ഞാൻ പറയണത്. മണലും കോരണം അതിൻ്റെതായ രീതിയിൽ. പാലത്തിന്റെ തൂണ് പറഞ്ഞു പോകും കോരരുത്. അനുവദനീയമായ രീതിയിൽ മണൽ കോരണം. കേരളത്തിലുള്ള പ്രമുഖ നദികളിൽ നിന്ന് മണലൊക്കെ കോരി അത് ഉപയോഗപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തേക്ക് ഇവിടെ പ്രളയം ഉണ്ടാവില്ല എന്നാണ് പൊതുവെ ചിലരുടെയൊക്കെ നിഗമനങ്ങൾ. കാരണം വെള്ളത്തിന് നിൽക്കാനുള്ള സ്ഥലമല്ല, മണൽ നിറഞ്ഞുപോയി. പ്രകൃതിയെ ഉപയോഗപ്പെടുത്തരുത് എന്നല്ല ഞാൻ പറയണത്. അമിതമായ ചൂഷണം ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ പ്രകൃതി അതിൻ്റെതായ താളം നഷ്ടപ്പെട്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ റോഡുകളിലേക്ക് മല ഒഴുകി വരും, മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകും. ഖുർആൻ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ സമയോചിതം അങ്ങോട്ട് വരാം. മഴയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നാണ്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മത്ത്. പടച്ചറബ് ആരാണ്? സൂറത്ത് ശൂറയുടെ 28-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്. മനുഷ്യരെല്ലാം നിരാശാബാധിതരായിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ കാരുണ്യമായി മഴയെ അവതരിപ്പിക്കുന്നവൻ. എന്താ മഴയത്തെന്ന് തോന്നുന്ന ഒരു സന്ദർഭം വരും. മീനൊക്കെ അങ്ങോട്ട് കടുക്കുമ്പോൾ ഒരു മഴയിട്ട് എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. മാ കനത്തു. മനുഷ്യന്മാർക്ക് നിരാശ വരും, മനുഷ്യന്മാർക്ക് വല്ലാത്ത പ്രയാസം വരും. അസമയത്ത് അൻഷുറു റഹ്മത്തുഹു, മഴ ഇറക്കിയിട്ട് അവന്റെ കാരുണ്യം അല്ലാഹു ആകെ വികസിപ്പിക്കും, ആകെ പരത്തും. മഴ വരുന്നതോടുകൂടെ വെള്ളം കിട്ടിയെന്ന് മാത്രമല്ല, പുല്ലുമുളക്കുന്നു, പ്രകൃതി സജീവമാകുന്നു, നമുക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു, തെങ്ങും മാവും ഒക്കെ നല്ല രീതിയിൽ പുഷ്ടി പ്രാപിക്കുന്നു. അപ്പൊ അവന്റെ റഹ്മത്ത് പരന്നുകൊണ്ടിരിക്കും. ഈ റഹ്മത്തിന്റെ അപ്പുറത്തേക്ക്, റഹ്മത്ത് എന്ന തലത്തിനപ്പുറത്തേക്ക് നമ്മൾ ചൂഷണം ചെയ്യുന്ന രീതി വന്നാൽ അതിന് അതിൻ്റെതായ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. മണ്ണിനെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ വാക്യത്തിൽ വതറൽ അർള ഹാമിദത്തൻ വഇദാ അൻസൽനൽ മാ അലൈഹൽ മാ ഇഖ്തസത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ് എന്ന് ഖുർആൻ പറയുന്നത് കാണാം. എന്താ അതിന്റെ അർത്ഥം? ഭൂമി വരണ്ടുണങ്ങി നിൽക്കുന്നതായിട്ട് താങ്കൾക്ക് കാണാൻ പറ്റും. വേനലിന്റെ അവസാന ഭാഗം പാടത്തിലേക്കൊക്കെ നോക്കിയാൽ വിണ്ട് ഉണങ്ങിക്കിടക്കും. എന്നാൽ പടച്ച റബ്ബ് നാം അതിൽ വെള്ളം ചൊരിഞ്ഞാൽ അത് ഇളകുകയും വീർക്കുകയും മനോഹരമായ എല്ലാതരം സസ്യങ്ങളെയും മുളപ്പിക്കുകയും ചെയ്യുന്നു. മിൻ കുല്ലി സൗജിൻ ബഹീജ്. വീർക്കും, മണ്ണ് ചീർക്കുമ്പോൾ അതിലുള്ള വിത്തുകളൊക്കെ ഇങ്ങനെ കുതിരും. വിത്ത് കുതിർന്നു വരുമ്പോൾ അതിന്റെ പുറന്തോട് നീങ്ങും, അതിൽ നിന്നും മുള വരും. അങ്ങനെ ഭൂമി സജീവമാകും. അപ്പം മണ്ണും വെള്ളവും ചേർന്ന് ഭൂമിയെ നിലർത്തിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യൻ ഭൂമിയുടെ ഖലീഫയാണ്. ഭൂമിയുടെ
ഉത്തരവാദിത്തം സംരക്ഷിക്കേണ്ടവനാണവൻ. അതുകൊണ്ട് ഭൂമിയെ ഏത് രീതിയിലാണ് മനുഷ്യൻ ഇടപെടേണ്ടത്? ഭൂമിയിൽ ഖുർആൻ പറയുന്നത് സൂറത്ത് ഹൂദിന്റെ 61-ാമത്തെ വാക്യത്തിൽ ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു പടച്ചു, നിങ്ങളെ പടച്ചു. എന്നിട്ട് ഭൂമിയുടെ ഇമാറത്ത് നിങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു. ഭൂമിയുടെ പരിപാലനം, ഭൂമിയുടെ സംരക്ഷണം, ഭൂമിയുടെ ഇമാറത്ത്, പരിപാലനം അത് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഭൂമിയുടെ പരിപാലനം? ഈ പറഞ്ഞ മാതിരിയൊക്കെ തന്നെ. മാലിന്യം നിറക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെറിയ ചിത്രങ്ങൾ കണ്ടു. ചില ടൗണിൽ വെള്ളം കയറിയിട്ട് ടൗണിൽ നിന്ന് വെള്ളം ഇറങ്ങിയപ്പോൾ ഒരു 2 മീറ്ററൊക്കെ കനത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കുപ്പികളൊക്കെ മൊത്തം ടൗണിൽ നിറഞ്ഞു കിടക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് അരുവികളിലേക്കും നദികളിലേക്കും വലിച്ചെറിഞ്ഞത് ചാൻസ് കിട്ടിയപ്പോൾ ഒന്നിച്ച് നമ്മുടെ മുറ്റത്തൊക്കെ തന്നെ കൊടുന്നിട്ടു എന്നർത്ഥം. ഈ പ്ലാസ്റ്റിക് വർഷങ്ങൾ കടന്നാലും ഒന്നും പറ്റാതെ അവിടെ കിടക്കുന്നു. പ്ലാസ്റ്റിക് മനുഷ്യന് ഉപകാരമുള്ള സാധനമാണ്. പക്ഷെ അത് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? നമുക്കൊരു സഞ്ചിയുമായി ടൗണിലേക്ക് പോകുന്ന ശീലം വന്നാൽ നമ്മുടെ വീട്ടിൽ എത്രമേൽ പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ മാലിന്യം ഇല്ലാതെയാകും? ഒരു സഞ്ചിയായിട്ട് നമുക്ക് പോകുന്നതിനൊരു തകരാറുമില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും വാഹനമുണ്ട്, ഏറ്റവും ചുരുങ്ങിയ സ്കൂട്ടിയെങ്കിലും ഉണ്ടാവും. അതിലൊരു സഞ്ചി വെച്ച് നമ്മൾ പോയാൽ നമ്മുടെ വീട്ടിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ വരുന്നത് എത്രമേൽ നമുക്ക് തടയാൻ സാധിക്കും? അങ്ങനെ ഓരോന്നും ആലോചിച്ച് നോക്ക്. ഈ അനാവശ്യമായിട്ട് പല കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുള്ള വിവിധങ്ങളായ പാനീയങ്ങൾ, നല്ല മാങ്ങ അങ്ങനെ മുറിച്ചു വെച്ച ഫോട്ടോ ഉണ്ടാവും. മാങ്ങ അതിൽ തൊട്ടിട്ടില്ല എന്ന് അവർ ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെന്താണത്? മാങ്ങയുടെ കളർ, മാങ്ങയുടെ ഫ്ലേവർ, മാങ്ങയുടെ സ്മെൽ, ഇതൊക്കെയുള്ള പാനീയം കൃത്രിമമായി നിർമ്മിക്കും. ഇതിലൊന്നും ഈ സാധനങ്ങളൊന്നും തൊട്ടിട്ടുണ്ടാവില്ലേ? പിന്നെയോ പകുതിയിലേറെ പഞ്ചസാരയായിരിക്കും അതിൽ മൊത്തം. പകുതിയിലേറെയും പഞ്ചസാരയായിരിക്കും. നമ്മുടെ മക്കൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ പീനട്ട് ബട്ടർ പകുതിയിലേറെ പഞ്ചസാരയാണ്. എങ്ങനെയാണ് 1 കിലോക്ക് അവർ പറയുന്ന കണ്ടന്റ് എല്ലാം കൂടിയും ചേർത്ത് 200 ചില്ല രൂപക്ക് ആ സാധനം നിർമ്മിച്ചു വെക്കാൻ പറ്റുക? സാധ്യമല്ല. അതേമാതിരി നമ്മുടെ കുട്ടികൾക്ക് ബ്രെഡ് തിന്നാനും മറ്റും നമ്മൾ വാങ്ങിക്കുന്ന ഈ കാപ്പി ചേർന്ന, ചോക്ലേറ്റ് ചേർന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ പ്രധാന കണ്ടന്റ് പഞ്ചസാരയാണ്. അത് സ്ഥിരമായി കഴിക്കുന്ന കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാവും എന്നുള്ളതല്ല പ്രധാനം, അവരുടെ ശരീരത്തിന്റെ എല്ലുകൾ ദുർബലമാകുന്നതടക്കം, പൊണ്ണത്തടി വരുന്നതടക്കം, എല്ലാ പ്രവർത്തനത്തിനും ഊർജ്ജസ്വലത നശിക്കുന്നതിന് അടക്കം വിവിധങ്ങളായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അപ്പം നമ്മൾ നാരങ്ങ മേടിച്ചു കൊണ്ടുവന്നു, നമ്മൾ കുടിക്കേണ്ട എന്തെങ്കിലും പാനീയം സ്വന്തമായി നമ്മൾ നിർമ്മിച്ചു. എന്നാൽ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽ വീട്ടിലേക്ക് വരലില്ലാതെയാകും. സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണ്ടേ? ആവശ്യാനുസരണം അതൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാവൂ എന്ന് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ടല്ലോ, റീയൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മുടെ ഈ ഓഡിറ്റോറിയങ്ങളിലൊക്കെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നമ്മൾ. അപ്രകാരം നമ്മുടെ ഈ ഇതുപോലെയുള്ള വേദികളിൽ ചായ കൊടുക്കാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഒഴിവാക്കിയിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ മറ്റോ ഗ്ലാസ് രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഏർപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണ്. കഴുകാൻ പ്രയാസം ഉണ്ടാകും. ഒരാൾ നേരത്തെ വരണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പം കടലാസാന്ന് കരുതിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്, ഇതിൽ വെള്ളം കുടിക്കുന്നത്. സൂക്ഷ്മമായി മെല്ലെ മെല്ലെ അതൊന്നിങ്ങനെ പറിച്ചു വെക്കുക. ഈ കടലാസിൻ്റെ മേലെ കൂടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആവരണം ഉണ്ട്, അല്ലെങ്കിൽ അടിപൊളി കടലാസ് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കരുതിയ വിലയ്ക്ക് കിട്ടൂല. സാധാരണ നോർമലായിട്ട് വരുന്ന ഇത്തരം ഗ്ലാസുകളിൽ പ്ലാസ്റ്റിക്കിന്റെ നേർത്ത ആവരണമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രകൃതിയെ നശിപ്പിക്കാത്ത വിധം പ്രകൃതിയിലേക്ക് ഇറങ്ങാനും നമ്മൾ ഇവിടുത്തെ ഖലീഫമാരാണെന്ന ബോധത്തിലേക്ക് ഉയരാനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ പടച്ചു മണ്ണിൽ നിന്ന്. ഈ മണ്ണിന്റെ ഇസ്തിഅ്മാറ്, പരിപാലനം പടച്ച റബ്ബ് നമ്മളെ ഏൽപ്പിച്ചു. അപ്പം മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ മനുഷ്യന്റെ അക്രമം മൂലമാണ് പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഖുർആൻ അത് പറഞ്ഞത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സൂറത്ത് റൂമിന്റെ 41-ാമത്തെ വാക്യം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. കടലിലും കരയിലും
വിവിധങ്ങളായ ഫസാദുകൾ, പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. ബിമാ കസബത്ത് ഐദിന്നാസ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യന്റെ നിർമ്മിതിയാണെന്നൊന്നുമല്ല ഞാൻ പറയണത്. അതിന് കാരണമായി തീരുന്ന കുറെ പ്രവൃത്തികൾ മനുഷ്യൻ നടത്തുന്നു എന്ന്. പ്രകൃതി നശിക്കാൻ കാരണമായ കുറെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ നടത്തുന്നു. ഇത് സൂറത്ത് റൂമിൽ മാത്രമൊന്നുമല്ല. സൂറത്ത് ഷൂറയുടെ 30-ാമത്തെ വാക്യത്തിൽ വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നിങ്ങളുടെ കരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമാ അസാബകും മിൻ മുസീബത്തിൻ, ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും. ഇപ്പൊ ക്യാൻസർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാര്യം? ഓസോൺ പാളിക്ക് വലിയ ഓട്ട വന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ കുറെ കെമിക്കലിന്റെ ഫലമായിട്ട്. ഇപ്പോ ഈ വലിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഇറാൻ മേഖല, ഇസ്രായേൽ മേഖല, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയാൻ പറ്റൂലെങ്കിലും വലിയ രീതിയിൽ ആയുധങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, ലബനാൻ മേഖലകൾ, അവിടേക്ക് ഒന്ന് പ്രകൃതിക്ക് അതിന്റെ താളം പിടിക്കാൻ നൂറ്റാണ്ടുകൾ എത്ര വേണ്ടിയിരുന്നറിയാവോ? അമേരിക്ക എന്ന് പറയുന്ന ലോക ഭീകരന്മാർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിൽ ബോംബിട്ടതിന്റെ ഫലം ഇന്നും അവിടെ ജനിക്കുന്ന മക്കൾക്ക് കാണുന്നുണ്ട് എന്നാണ്. ഇന്നും കശുവണ്ടി കൂടുതൽ ഉണ്ടാവട്ടെ എന്നും കരുതിയിട്ട് എൻഡോസൾഫാൻ ചൊരിഞ്ഞ കാസർഗോഡ് കശുവണ്ടി കൃഷി നടക്കുന്ന മേഖലകളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ. വലിയ തലയായിട്ട് ജനിക്കുക, വലിയ കാലായിട്ടും വയറായിട്ടും ജനിക്കുക എന്ന് നിരോധിച്ചിട്ടുണ്ട് ആ സാധനം. പക്ഷെ അതിൻ്റെ പ്രയാസം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വൃത്തികേടുകൾ കൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ. ഇത് മൊത്തം ഓരോന്നും അങ്ങനെ തന്നെ എന്നൊന്നുമല്ല. ഖുർആൻ പൊതുവായിട്ട് കാര്യം പറയാം. എല്ലാത്തിൻ്റെയും പിറകിൽ മനുഷ്യൻ ചെയ്ത ഒരു കാരണം നേരിട്ടുണ്ടാവുന്നൊന്നുമല്ല. ചിലത് വളഞ്ഞ രീതിയിലായിരിക്കും കാരണം പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന പ്രത്യേകമായ രാസവസ്തുക്കൾ അല്ലെങ്കിൽ വികിരണങ്ങൾ, ഫ്രിഡ്ജ് നേരാക്കാൻ ഉപയോഗിക്കുന്ന ചില സംഗതികൾ, അതേപോലെ ചില സ്പ്രേ പെയിന്റുകൾ, ഇതിൽ നിന്നൊക്കെ ഉയർന്ന എന്തോ വികിരണം മൂലമാണ് ഓസോൺ പാളിക്ക് ആസ്ട്രേലിയയുടെ അത്രക്ക് വലുപ്പമുള്ള ദ്വാരം വന്നത് എന്നാണ് പഠനങ്ങൾ. ഇനി അതൊന്നും തീർന്നു കിട്ടണ്ടേ? ആസ്ട്രേലിയയുടെ അത്ര വലുപ്പമുണ്ട് ഓസോൺ പാളിയുടെ ദ്വാരം. എന്തിനായിരുന്നു ഓസോൺ പാളി? സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് വരുമ്പോൾ അതിൽ നേർക്കുനേർ അൾട്രാ വയലറ്റ് രശ്മികൾ വരാൻ പാടില്ല. അത് ശരീരത്തിൽ സ്പർശിച്ചാൽ സ്കിൻ ക്യാൻസർ ഉണ്ടാകും, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ അല്ലാഹു തആല അതിനെ അരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വെച്ച സാധന ഓസോൺ പാളി. അതിന് വലിയ ഓട്ട വന്നു, ദ്വാരം വന്നു. എങ്ങനെ? ബിമാ കസബത്ത് ഐദിന്നാസ്. അപ്പൊ ആവശ്യത്തിന് മാത്രം കാര്യങ്ങളെ സമീപിക്കുക എന്നതാണ് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ നല്ലൊരു ഫ്രിഡ്ജ് ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പൊ അയലോകത്തോ ബന്ധു വീട്ടിലോ 4 ഡോറൊക്കെ ഉള്ള പരന്നൊരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്, എന്നാൽ അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. ആവശ്യങ്ങളെയും ദുനിയാവിലെ ആധുനികമായ സംവിധാനങ്ങളെയും അനുഭവിക്കുന്നത് മതവിരുദ്ധമൊന്നുമല്ല. പക്ഷെ പരമാവധി മിതത്വം പാലിക്കുക എന്നത് മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. വെള്ളം ഉപയോഗിക്കുന്നിടത്തൊക്കെ മലയാളി കുളിക്കുന്നത് വലിയ തോതിൽ വെള്ളം ചെലവഴിച്ചിട്ടാണ്. മലയാളി അലക്കുന്നത്, മലയാളി മത്സ്യം കഴുകുന്നത് ധാരാളമായി വെള്ളം ചെലവഴിച്ചിട്ടാണ്. അതൊക്കെ മിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴുകുന്ന നദിയിൽ ഇറങ്ങി ഒതുടുക്കുന്ന ആളോട് പോലും 3 കഴുകരുത്, അമിതത്വം ചെയ്യരുത് എന്ന് പറയണത്. ആ സാബിയരും ചോദിക്കുന്നുണ്ട്, വെള്ളത്തിലുണ്ടോ അമിതത്വം എന്ന്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുത്തു. ഈ പരിസ്ഥിതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടത് നമ്മളോട് മാത്രം ചെയ്യേണ്ട ഒരു ധർമ്മമല്ല, അടുത്ത തലമുറയോടുകൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്ലാസ്റ്റിക് നിറച്ച് നമ്മുടെ ഈ പുഴകളും സമുദ്രങ്ങളും ഒക്കെ നശിച്ചു സങ്കല്പിക്കുക. അടുത്ത തലമുറയ്ക്ക് മത്സ്യം കിട്ടൂല. ഇപ്പോൾ തന്നെ മത്സ്യങ്ങളുടെ ഉള്ളിൽ നാനോ പ്ലാസ്റ്റിക് തന്മാത്രകൾ ഉണ്ട് എന്നാണ് പഠനങ്ങൾ. മത്സ്യങ്ങളുടെ ഒക്കെ ഉള്ളിൽ, എല്ലാ മത്സ്യത്തിൻ്റെയും നല്ല, പൊതുവെ മത്സ്യങ്ങളുടെ ഉള്ളിൽ നാനോ പ്ലാസ്റ്റിക്, വളരെ സൂക്ഷ്മമായ പ്ലാസ്റ്റിക്കിന്റെ കണങ്ങളുണ്ട്. എന്തുകൊണ്ട്? കടൽ കൊണ്ടുപോയി കൊട്ടുമ്പോൾ ഇവറ്റുങ്ങളുടെ വയറിലെത്തുന്നു. അത് ചെറിയ രീതിയിൽ വിഘടിച്ച് അവരുടെ ശരീരഭാഗങ്ങളിൽ എത്തുന്നു. അതാ നമ്മൾ തിന്നുന്ന മത്സ്യം.
ഇത് വ്യാപകമായി വന്നാലോ മത്സ്യസമ്പത്ത് നശിക്കും, ഇല്ലാണ്ടയാകും. അപ്പൊ കടലിൽ മത്സ്യം ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? അതിൽ സ്വാഭാവികമായി വരുന്ന മാലിന്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് കടൽ വെള്ളം അശുദ്ധമാകും. അതൊക്കെ ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഇല്ലാതെയാകുന്നത് വിവിധങ്ങളായ ജന്തുക്കൾ അത് ഭക്ഷണമാക്കുന്ന ആ ഒരു ചാക്രികം അല്ലെ, ആ ഒരു സർക്കിൾ നമുക്കറിയാലോ. ഓരോന്നിനും മറ്റു ജന്തുക്കൾ ഭക്ഷണമാക്കി അങ്ങനെ ഇതിന്റെ ആ ഒരു വിശുദ്ധി നിലനിർത്തി പോകുന്നത് കൊണ്ടാണ്. സൂക്ഷ്മമായ ജന്തുക്കൾ ആവശ്യമല്ലേ? ഇപ്പൊ ചില ആളുകളൊക്കെ ഒരു മോഡലിന് അവരുടെ ടോയ്ലറ്റിന്റെ ഈ ഫ്ലഷ് ടാങ്കിന്റെ ഉള്ളിൽ കെമിക്കലിന്റെ ഒരു ചെറിയ ഉണ്ട കെട്ടിത്തൂക്കും. എന്തൊരു ഫ്ലഷ് ചെയ്താൽ നല്ല നീലയും റോസും വെള്ളമൊക്കെ വരും, കാണുമ്പോൾ രസമായിരിക്കും. അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം നീല കളറും റോസ് കളറൊക്കെ ആയിരിക്കും. എന്താ സംഭവിക്കാൻ പോണത്? ഈ കെമിക്കൽ മൊത്തം പോകുന്നത് നമ്മുടെ വേസ്റ്റ് ടാങ്കിലേക്കാണ്. വേസ്റ്റ് ടാങ്ക് നിറഞ്ഞ് കവിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ പോകുന്ന വേസ്റ്റ്, നമ്മുടെ മോഷൻ, വിസർജ്യം, അതിലുള്ള സൂക്ഷ്മ ജന്തുക്കൾ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഭാഗമാക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ധാരാളമായിട്ട് ഈ കെമിക്കൽ ഫ്ലഷ് ചെയ്ത് അടിച്ചുകൊണ്ടിരുന്നാൽ അതിലുള്ള ഇത്തരം സൂക്ഷ്മജീവികളൊക്കെ ചാവും, നശിക്കും. പിന്നെ ആ സാധനം അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് കോരിക്കളയേണ്ടി വരും. അതുകൊണ്ടുണ്ടാകുന്ന കുറെ പ്രകൃതിപരമായ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിൽ ധാരാളമായി സോപ്പ് തേക്കുന്നത് ശരീരത്തിൽ ആവശ്യമായ കുറെ ബാക്ടീരിയകളുണ്ട്, അവറ്റങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മെഡിക്കേറ്റഡ് സോപ്പുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് ഒരു കമ്പനിയോട് എനിക്ക് വിദ്വേഷമൊന്നുമില്ല. ധാരാളമായി തേക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ. അതിലിങ്ങനെ പതഞ്ഞെടുക്കണം എന്നൊന്നുമില്ല. പരസ്യത്തിൽ അങ്ങനെ കാണും. പരസ്യക്കാരുടെ ചില പ്രത്യേകമായ സൈക്കോളജിയാണത്. നമ്മൾ എപ്പോഴെങ്കിലും പേസ്റ്റിന്റെ പരസ്യത്തിൽ ആ ഒരു നീണ്ട ബ്രഷിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ രണ്ട് സൈഡിൽ തുറിച്ചിട്ടല്ലാതെ പേസ്റ്റ് തേച്ചു വെച്ചത് കണ്ടിട്ടുണ്ടോ? എന്തിനാ? ആ ഒരു ട്രെൻഡിലേക്ക് വന്നാൽ 100 ഗ്രാം പേസ്റ്റ് ഒരു മാസം കൊണ്ട് ചെലവാകും. അടുത്ത ബോട്ടിൽ വാങ്ങും ആളുകൾ. അപ്പൊ സോപ്പ് ധാരാളമായി തേച്ച് പതഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കാണും. ഇത്തിരിയേ ഉപയോഗിക്കാവൂ, ആവശ്യത്തിന് മാത്രം. അങ്ങനെ വന്നില്ലെങ്കിൽ ശരീരത്തിൽ ആവശ്യമായ കുറെ സൂക്ഷ്മ ജന്തുക്കൾ ഇല്ലാതെയാകും. ലോകാരോഗ്യ സംഘടനയൊക്കെ ഇന്ത്യയിലൊക്കെ ഈ ആന്റിബയോട്ടിക് ഔഷധങ്ങൾ ധാരാളമായി ഡോക്ടേഴ്സ് എഴുതുന്നതിനെ വിമർശിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെ 4-5 വർഷമായി. അവരിടക്കിടക്ക് പറയും ഇന്ത്യയിൽ ആന്റിബയോട്ടിക് ധാരാളമായി യൂസ് ചെയ്യുന്നു. ശരിക്കും അത് 6 മാസത്തിന്റെ ഇടക്കൊക്കെയാണ് ഒരു വട്ടം ചെയ്യാൻ പറ്റുള്ളൂ എന്നാ തോന്നണേ. അപ്പൊ നമ്മളൊരു ചുമക്ക് പോയി, ആ ഡോക്ടർ ഒരാഴ്ചക്ക് ആന്റിബയോട്ടിക് 2 നേരം 3 നേരം നമ്മളെ കൊണ്ട് തീറ്റിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പല്ലെടുക്കാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി, ഇത്തിരി പഴുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ആ ഡോക്ടർ മൂപ്പര വക പിന്നെ 6 മാസം ഒന്നും കഴിഞ്ഞില്ല, ഒരാഴ്ചയുള്ളൂ. മൂപ്പര വക 3 ദിവസം 4 ദിവസം ആന്റിബയോട്ടിക് 3 നേരം നമ്മളെ കൊണ്ട് തീറ്റിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ഇതിനോട് പ്രതിരോധ ശക്തി നേടും. പിന്നെ കടുകട്ടി ആന്റിബയോട്ടിക് കൊടുത്താൽ പോലും അവ ഒതുങ്ങാത്തൊരവസ്ഥ വരും. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി നശിച്ചു എന്നർത്ഥം. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി നശിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സോപ്പ് മുതൽ ആവശ്യമായ കെമിക്കലുകളൊക്കെ ചെറിയ രീതിയിൽ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് കോരാൻ നമ്മൾ മാസാമാസം ആളെ വെക്കേണ്ടി വരും. ചില ആളുകളൊക്കെ ഉണ്ട്, കുളിയുടെ വെള്ളം കൂടി ക്ലോസറ്റിന്റെ ആ വേസ്റ്റ് പോകുന്ന അതിലൂടെയോ മറ്റോ കൊണ്ടുപോയിട്ട് ഈ ക്ലോസറ്റിന്റെ വലിയ കുഴിയിലേക്ക് വീഴ്ത്തുന്നവർ വേഗം നിറയും. ഇതിനെ വിഘടിപ്പിക്കാൻ ആവശ്യമായ പ്രത്യേക സൂക്ഷ്മ ജന്തുക്കളെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട്. അവയുടെ പ്രവർത്തനം നടത്തണം. അതിന് വിരുദ്ധമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഈ മണ്ണിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, വളരെ നിസ്സാരമായൊരു സാധനമാണ് ഈ മണ്ണിര. എത്ര കൗതുകവും അത്ഭുതകരമാണ് അതിന്റെ ആ ഒരു ശരീരഘടന. 5 ഹൃദയമുണ്ട് ആ സാധനത്തിന്. എവിടെങ്കിലും മുറിഞ്ഞാൽ മറ്റേത് 2 കഷ്ണവും പിന്നെ 2 മണ്ണിരയായിട്ട് മാറും. ഒരു 100 ഗ്രാം മണ്ണിര കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് വേസ്റ്റ് ഈ വാഴയുടെയൊക്കെ തണ്ടൊക്കെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് 4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് നിറച്ച് മണ്ണിരായിട്ടുണ്ടാവും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവറ്റ വാഴ തിന്നുന്നു, അതിൽ നിന്ന് അവറ്റങ്ങളുടെ വിസർജ്യം നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറുന്നു.
മണ്ണിര കമ്പോസ്റ്റ് നല്ല മൂല്യമുള്ള സാധനം, പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത നമ്മുടെ ഈ ചെടികൾക്കും നമ്മുടെ ഈ വാഴക്കും തെങ്ങിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ്. അവറ്റങ്ങൾ അവിധം വിഘടിച്ചുകൊണ്ടിരിക്കുന്നു. കൂടിച്ചേർന്നാൽ തന്നെ പ്രസവം തുടങ്ങും. അതാണ്, കൂടിച്ചേർന്നാൽ തന്നെ പ്രസവം തുടങ്ങും. അങ്ങനെ ഒരു സാധനം പരിണാമപരമായി രൂപപ്പെട്ടു വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി വയർക്കും. ഇപ്പോ ഈ നമ്മുടെ കടലിലൊക്കെ ഉള്ള ചില സാധനങ്ങളില്ലേ, നീരാളി, ആ 8 കാലുള്ള സാധനം, അതിൻ്റെ ഒരു കാല് മുറിഞ്ഞാൽ സ്വന്തം കാലുണ്ടായി വരും. അതിന് 3 കൽബുണ്ട്. അതിൻ്റെ സൂക്ഷ്മമായ ജീവിതക്രമമുണ്ട്. അതിന് ജീവിക്കാൻ അങ്ങനെ ഒരു പശ്ചാത്തലം വേണമെങ്കിൽ എന്തുകൊണ്ട് മത്തിക്ക് അങ്ങനെ വേണ്ടാതെ വന്നു? എന്തുകൊണ്ട് അയലക്ക് വേണ്ടാതെ വന്നു? എന്തുകൊണ്ട് ഞണ്ടിന് വേണ്ടാതെ വന്നു? ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന ഇവകളിൽ ഒന്നിൽ മാത്രം ഇങ്ങനെ പരിണാമം വന്നത് എന്തുകൊണ്ടാണ്? പരിണമിച്ചതല്ല, പടച്ച റബ്ബ് നീരാളിനെ അങ്ങനെ പടച്ചു, കങ്കാരുവിനെ അങ്ങനെ പടച്ചു, ജിറാഫിനെ അങ്ങനെ കഴുത്ത് നീണ്ടിയിട്ട് പടച്ചു. അല്ലാതെ പുല്ലടിയിലില്ലാണ്ടായി ഈ മാവുമെന്നും മുരിങ്ങൻ്റെ കൊമ്പെന്നൊക്കെ ഇലടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടി 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 കഴുത്ത് നീണ്ടു എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ആ കാലത്ത് പോത്തിൻ്റെ കഴുത്ത് നീളേണ്ടതാണ്, ആടിൻ്റെ കഴുത്ത് നീളേണ്ടതാണ്. ഈ ജിറാഫുള്ള അടുത്ത് മാത്രം അടിയിൽ നിന്ന് പുല്ല് പോയോ? അവിടെ ഉണ്ടായിരുന്ന മുയലെന്ത് ചെയ്തു? പിന്നെ ഈ ജിറാഫ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തോ? അല്ല. അപ്പൊ സൂക്ഷ്മമായ രീതിയിലുള്ള ഈ ജീവികൾ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടും നമ്മൾ അമിതമായ കെമിക്കലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും ഒരു പുല്ല് വരുമ്പത്തിന് കഠിനമായ വിഷടിക്കല്ലേ അത് കരിയാൻ വേണ്ടിയിട്ട്? എന്തുകൊണ്ടാന്ന് പറിച്ചിട്ടുകൂടാ? കുനിഞ്ഞു നിൽക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ അതൊന്ന് ചെത്തിയിട്ട് ചെറിയ കുഴി വെട്ടിയിട്ട് അതിൽ കൊണ്ട് അതിലേക്ക് ഇടുക, എന്നിട്ട് അത് മൂടുക, അപ്പുറത്ത് കുഴി വെട്ടുക, ആ ഭാഗത്തുള്ളതൊക്കെ ചെത്തിയിട്ട് അതിലിടുക. നല്ലത് വളമായി മാറും, പുല്ലിൻ്റെ പ്രശ്നം പോകും. നമ്മൾ കെമിക്കൽ മേടിക്കാൻ കിട്ടും, അത് കൊണ്ടുവരും, വെള്ളത്തിൽ കലക്കും, സ്പ്രേ ചെയ്യും, അതോടുകൂടെ പുല്ല് കരിയും. പുല്ല് മാത്രമല്ല, മണ്ണിരയും കരിയും. പിന്നെ സൂക്ഷ്മമായ ദ്വാരം ഭൂമിക്കുണ്ടാവൽ നിന്നു പോകും. അവ വെള്ളമൊക്കെ ഒഴുകി അങ്ങനെ തോട്ടിലെത്തും, പുഴയിലെത്തും, കടലിലെത്തും. മണ്ണിലേക്ക് ഇറങ്ങേണ്ടത് തീരെ ഇറങ്ങാതെ വരും. ഏറ്റവും ചുരുങ്ങിയത് വല്ലാതെയൊന്നും പ്രകൃതിയെ ദോഷം ചെയ്യാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വിനാഗിരിയും കല്ലുപ്പും പിന്നെ കുറച്ച് ഈ ലിക്വിഡ് സോപ്പും കലക്കിയിട്ട് അത് ഒരു 100 ഗ്രാമിന് 1 ലിറ്റർ പോലെ ഡയലൂട്ടാക്കിയിട്ട് അടിച്ചാൽ പുല്ല് കരിയുന്നതാണ്. ഇന്ന് കഠിനമായ കരാട്ടൊഴിച്ച പ്രശ്നം ഉണ്ടാവില്ല. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നതനുസരിച്ച് പ്രകൃതിയിൽ നിന്ന് നമുക്ക് അതിൻ്റെതായ ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കും. മണ്ണിൻ്റെ മൂല്യമില്ലാതെയാകും. അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ വിഭവങ്ങൾ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പടച്ച റബ്ബ് വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, വളരെ മനോഹരമാണ് ഈ പ്രകൃതി, ഭൂമി. അതിൻ്റെ ഈ നന്മയ്ക്കു ശേഷം നിങ്ങൾ അതിൽ തിന്മ പടർത്തരുത് എന്ന് പറയുന്നത് സൂറത്തുൽ അറാഫിൻ്റെ 56-ാമത്തെ വാക്യം. ഇങ്ങനെയൊക്കെയാണ് പ്രകൃതിയോട് ചെയ്യേണ്ടത്, മണ്ണുമായുള്ള നമ്മുടെ ബന്ധം. പക്ഷെ സാമൂഹികമായ പരിസ്ഥിതി എന്താണ്? ചൂഷണം ചെയ്യുന്നു അമിതമായി. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ടാണ് കടലിലും കരയിലും കുഴപ്പങ്ങളുണ്ടായി എന്ന് ഖുർആൻ പറയുന്നത് സൂറത്ത് റൂമിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ. വിഭവങ്ങളുടെ അമിതമായ വ്യയം ചെയ്യൽ. നമ്മൾ ഈയിടെയൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒതൻറ്റിസിറ്റി ഞാൻ പരിശോധിച്ചിട്ടില്ല. എത്രയോ ലക്ഷം ക്വിൻ്റൽ അരി എഥനോൾ ഉണ്ടാക്കുന്ന കമ്പനിക്ക് കുറഞ്ഞ വിലക്ക് വിറ്റു എന്നാണ്. എത്രയോ ലക്ഷം ക്വിൻ്റൽ അരി, അത് സംഭരിച്ച വിലയേക്കാളും 2000-ഓളം കോടി രൂപ കുറച്ചിട്ട് അവർക്ക് വിറ്റു. നല്ലൊരു വിഭാഗം ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിൽ, അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്കി എത്ര മനുഷ്യന്മാരാണ് പട്ടിണി കിടക്കുന്നത്. പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടി അമേരിക്ക അവരുടെ ഗോതമ്പിന്റെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നു എന്നാണ്. പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. എന്തിന്? മറ്റുള്ള ടീമിനെ ആശ്രയിക്കാതെ അമേരിക്കൻ ഡോളറിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ. മറ്റുള്ള ടീമിനെ ആശ്രയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ എണ്ണയാണല്ലോ സാമ്പത്തിക ഘടന നിശ്ചയിക്കുന്നത്. എണ്ണ രാഷ്ട്രങ്ങളെല്ലാം ഡോളർ ഒഴിവാക്കി കഴിഞ്ഞാൽ അമേരിക്ക ദേ വീണ് കിടക്കണമെന്നായിരിക്കും. പണ്ടങ്ങാണ്ടുള്ള ചില കരാറിന്റെ ഭാഗമായി ഈ എണ്ണ രാഷ്ട്രങ്ങളെല്ലാം ഡോളറിൽ തന്നെ ഇടപാട് നടത്തുന്നത് കൊണ്ടാണ് അവരിപ്പോഴും വലിയ ആൾക്കാരായി നടക്കുന്നത്. ഇപ്പോഴും ഇഷ്ടം പോലെ ആയുധങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ട മനുഷ്യരെ പച്ചക്ക് കൊല്ലണത്.
അപ്പൊ അവരുടെ ഈ മേധാവിത്വം നിലനിർത്താൻ വേണ്ടി ഗോതമ്പ് ധാരാളം കിൻഡലുകൾ പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇതിന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ ആഫ്രിക്കയിലെ പട്ടിണി മാറ്റാമെന്ന്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ മൊറോക്കോയിൽ നിന്നുള്ള വലിയ കുടിയേറ്റം സ്പെയിനിലേക്ക് നമ്മൾ കണ്ടല്ലോ. എന്താ സംഭവിക്കുന്നത്? പണ്ട് പോർച്ചുഗീസുകാർ കീഴടക്കി വച്ചിരുന്ന, പിന്നീട് പോർച്ചുഗീസിനെ സ്പെയിൻ കീഴടക്കിയപ്പോൾ സ്പെയിനിന്റെ കീഴിലേക്ക് വന്ന ആ വലിയ ഭൂപ്രദേശം ഇപ്പോഴും സ്പെയിനിന്റെ കീഴിലുള്ള ഒരു നാടായിട്ട് നിലകൊള്ളുന്നു. നല്ല വിഭവങ്ങളുള്ള നാട്. അത് മൊറോക്കോയിലേക്ക് ചേർത്താൽ അവർ പല കാലങ്ങളായി ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ നാടാണ്. മൊറോക്കോയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ കുത്തകക്കാർ തയ്യാറാകില്ല. അത് ഏതെങ്കിലും പ്രസിഡന്റ് മര്യാദക്കാരനായതുകൊണ്ടൊന്നും കാര്യമില്ല. കുറേ മുന്നേ മുതലുണ്ടാകുന്ന ചില കരാറുകളും മറ്റുമൊക്കെയാണ് ഇങ്ങനത്തെ വിഭവങ്ങളുടെ നീക്കുപോക്ക് തീരുമാനിക്കുന്നത്. അപ്പൊ അമേരിക്കക്കാരൻ പെട്രോൾ ഉപയോഗിക്കാൻ നശിപ്പിക്കുന്ന, പെട്രോൾ കിട്ടാൻ വേറെ സ്രോതസ്സുകളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്രോൾ വേണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. പെട്രോള് വാങ്ങിയിട്ട് ആഫ്രിക്കക്കാരന് കുടിക്കാൻ പറ്റൂല. അതിന് ഗോതമ്പ് തന്നെ വേണം. പെട്രോൾ അമേരിക്ക വാങ്ങുന്നു. പൈസ കൊടുത്ത് വാങ്ങാൻ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് വെറുതെ കൊടുക്കണ്ട. ഗോതമ്പ് പെട്രോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാതെ അവർ വിൽപ്പന നടത്തുന്നുവെങ്കിൽ ആ നാട്ടിലെ പട്ടിണി മാറും, ഇവിടുത്തെ പെട്രോളിന്റെ ക്ഷാമവും തീരും. പക്ഷെ അത് നടക്കാൻ പാടില്ല. ഞങ്ങളുടെ മേധാവിത്വം നിലനിൽക്കണം. അത്തരം ആളുകളോടാണ് ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. പ്രകൃതി മനോഹരമാണ്. മനുഷ്യർ എത്ര കോടാനക്കോടി ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും വിധം ദുന്യാവ് അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ദുന്യാവിൽ അതിനുള്ള വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വീട് വെക്കാൻ നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കോഴിക്കോട് പോലും 40 നിലയിലുള്ള ഫ്ലാറ്റുകളൊക്കെ വരുന്നു. എത്ര ആളുകൾ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. 40 നിലയിലുള്ള ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേണ്ട, വളരെ ചെറിയൊരു ഫ്ലാറ്റ് നമുക്ക് എടുക്കാം. ഞാനീടെ ഒരു ആവശ്യാർത്ഥം അവിടെയുള്ള പ്രസിദ്ധമായ ഒരു ഇതുപോലത്തെ സംവിധാനത്ത് പോയപ്പോൾ അവിടെ ക്യാൻറ്റീൻ നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞ്, ഇവിടെ മാത്രം, ഞാൻ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻറ്റീനൊക്കെ നടത്തി നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മുതലാവാൻ. അപ്പോൾ ആളിനോട് പറഞ്ഞെന്താ വെച്ചാൽ ഇതിനകത്ത് മാത്രം 680 എത്ര കുടുംബം ഉണ്ട് എന്നാണ്. നമ്മുടെ ഒരു മഹലിൽ എത്ര ആളുണ്ടാവുക? എത്ര കുടുംബം ഉണ്ടാവുക? നമ്മുടെ ഒരു മഹലിൽ എത്ര കുടുംബം ഉണ്ടാവുക? ഞങ്ങളൊക്കെ മഹലിൽ താരതമ്യേന വലിയ മഹല്ല. അവിടെ 620 അങ്ങാണ്ടാണ് കുടുംബം. നേരെ വെച്ച് അത്യാവശ്യം വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള മഹലിൽ 100 കുടുംബം 150 കുടുംബമൊക്കെ ആയിരിക്കും ശരാശരി. അപ്പോൾ വലിയൊരു മഹലിന്റെ അത്രക്ക് ഒരൊറ്റ ഫ്ലാറ്റ് സമുച്ചയം മനുഷ്യൻ ദുരുപയോഗം ചെയ്യാതിരുന്നാൽ മതി. അതുകൊണ്ട് വെള്ളമാണെങ്കിലും മണ്ണാണെങ്കിലും മറ്റു വിഭവങ്ങളാണെങ്കിലും അത് ഏറ്റവും സുതാര്യമായ രീതിയിൽ, മാന്യമായ രീതിയിൽ, മര്യാദക്ക് ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ പ്രകൃതിയോട് വല്ലാതെ ദോഷം ചെയ്യാതെ, വിഭവങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ച് അമിതമായ ചൂഷണം നടത്താതെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്ന്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന സോപ്പിന്റെ അമിതോപയോഗം വരെ അതിൽ നിന്നൊക്കെ മാറി നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് മുഖത്തൊക്കെ വാരി തേക്കുന്ന കുറേ സാധനങ്ങൾ, ഞാൻ വിട്ടുപോയതാണ്, ചുണ്ടിൽ പൈൻ്റടിക്കുന്ന കുറേ സാധനങ്ങൾ എല്ലാം പ്രകൃതിയെ നശിപ്പിക്കുന്നു, മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് സുതാര്യമായ രീതിയിൽ ജീവിക്കാനാണ് മനുഷ്യനോട് റബ്ബ് പറയുന്നത്. മാ യുസീബുൽ മുസ്ലിമിന് നേരിടുന്ന ഏത് പ്രശ്നങ്ങളും മിൻ നസബിൻ ദുഃഖം, വല വസബിൻ സങ്കടം, ഹമ്മ്, ടെൻഷൻ, ഹുസ്ന് പ്രയാസം, ബുദ്ധിമുട്ട്, ഗമ്മ്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും അത്തശൗക്ക മുള്ളുവരെ, യുഷാക്കുഹ അവനിൽ കയറുന്ന, അവന്റെ കാലിൽ തറക്കുന്ന മുള്ളുവരെ, ഇല്ലാ ഗഫറല്ലാഹു ബിഹാ മിൻ ഖത്തായാ, അതുകൊണ്ടൊക്കെയും അവന്റെ പാപങ്ങൾ റബ്ബ് പൊറുക്കുമെന്ന ആശ്വാസം കൂടെ നമ്മൾ സ്വീകരിക്കുക. പ്രകൃതിപരമായി ബുദ്ധിമുട്ടുണ്ടായാൽ, വീട് നശിച്ചാൽ, ടെൻഷൻ അടിച്ചാൽ, മക്കൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായാൽ, വിഭവം കുറഞ്ഞാൽ, മുള്ളു കുത്തിയാൽ, വീണ് കയ്യൊട്ടിയാൽ, ഇങ്ങനെ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിക്കും പടച്ചറബ് നമുക്ക് ആത്മീകമായ ഫലം കൂടി നൽകുമെന്ന വിശ്വാസിയുടെ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇമാം ബുഖാരി, മുസ്ലിം തങ്ങളൊക്കെ നിവേദനം ചെയ്ത പ്രസിദ്ധമായ ഹദീസാണിത്. അല്ലാഹു ക്ഷമാശീലരിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. പ്രകൃതിയെ പടച്ചറബ് നിർദ്ദേശിച്ചത് പ്രകാരം ഉപയോഗപ്പെടുത്തി നല്ലവരായി ജീവിക്കാനും, മണ്ണിലേക്ക് മടങ്ങുമ്പോൾ മണ്ണിൽ നിന്ന് മണ്ണിലൂടെ ജീവിച്ച് മണ്ണിലേക്ക് മടങ്ങുന്ന നമ്മൾ
നമ്മുടെ അവസാന യാത്രയിൽ സമ്പൂർണ്ണ ഈമാനോടുകൂടെ നല്ല വിശുദ്ധമായ ഹൃദയത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാകുന്ന വിധം അള്ളാഹു നമ്മളെയൊക്കെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.